നാട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന ഹീനബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ടുള്ള സമീപനമാണ് അവർ തുടരുന്നത്. നമ്മുടെ നാടിനെ ഏതെല്ലാം വഴിയിലൂടെ തകർക്കാം, ഇതാണ് ഒരു ഭാഗത്ത് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നിങ്ങൾ കേരളം മുന്നോട്ട് പോകും എന്നത് കാണട്ടെ, ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സമീപനം. കേരളത്തെ പല രീതിയിൽ അവഗണിക്കുമ്പോൾ ആ അവഗണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സമീപനങ്ങളെ പിന്താങ്ങാൻ കോൺഗ്രസും UDFും ഇവിടെ തയ്യാറായി. പാർലമെൻറ്റിൽ അവരുടെ MP-മാർ അതേ നിലപാട് സ്വീകരിക്കുക മാത്രമല്ല, ഇത്തരം പകപോക്കൽ നടപടി സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് പിന്തുണ എന്ന നിലയിൽ കേരളത്തെയും കേരള ഗവൺമെൻറ്റിനെയും വലിയ തോതിൽ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. അത്യന്തം നിർഭാഗ്യകരമായ ഒരു നിലപാടാണിത്. ഇതിൻ്റെ എല്ലാം ഭാഗമായാണ് ഇത്തരമൊരു പോരാട്ടത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരു കേന്ദ്രം അവർ ശേഖരിക്കുന്നു, വാരിക്കൂട്ടുന്നു പണം സംസ്ഥാനങ്ങളിൽ നിന്ന്. എന്നിട്ട് അർഹമായ അവരുടെ വിഹിതം സാങ്കേതികത്വം പറഞ്ഞ് തടഞ്ഞു വെക്കുന്നു മോദി സർക്കാർ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊഴികെ കടുത്ത അവഗണന. അമേരിക്കൻ നേതൃത്വത്തിൽ വെനസ്വേലയ്ക്കും ക്യൂബയ്ക്കും ഇറാനും അടക്കം ഉപരോധം തീർക്കുന്നതിന് സമാനമായി കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു. ദുർബലമാക്കി നശിപ്പിച്ചൊടുക്കാമെന്ന മോഹത്തിൽ മോദി മതിക്കുന്നു. കേൾക്കണം നിങ്ങൾ, അർഹമായ 1 ലക്ഷം കോടി രൂപയാണ് കേരളം എന്ന സംസ്ഥാനത്തിന് കേന്ദ്രം ഏറ്റവും ഒടുവിൽ നിഷേധിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം മാത്രം 57,000 കോടി രൂപ വെട്ടിക്കുറച്ചു. നികുതി വിഹിതത്തിൽ 3.88% നിന്ന് 1.92% കുറച്ചു. എന്നാൽ GST പരിഷ്കാരത്തിലൂടെ കേന്ദ്രം കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നത് വർഷം 9,000 കോടി രൂപയാണ്. കേരളത്തിൽ നിന്ന് 30,000 കോടിയായിരുന്ന ഗ്രാന്റ് 7,800 കോടിയായി വെട്ടിക്കുറച്ചു. ക്ഷേമ പെൻഷൻ അടക്കം തരേണ്ട വിഹിതത്തിൽ വലിയ കുറവ്, കോടികളുടെ കുടിശ്ശിക. കഴിഞ്ഞ മാസങ്ങളിൽ മാത്രം 12,000 കോടിയിൽ വെട്ടിക്കുറച്ചത് 5,900 കോടി. കൂടാത്തതിന് കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പകളെ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽപ്പെടുത്തുന്നു. ഈ വൈര്യനിര്യാതന ബുദ്ധികളെ അതിജീവിച്ചാണ് ഇവിടെ വികസനങ്ങൾ പിറക്കുന്നത്. ദേശീയ ഏജൻസികൾക്ക് പോലും അംഗീകരിക്കേണ്ടി വരുന്ന മികവ് തീർക്കുന്നത്. മോദിയും കൂട്ടരും സംസ്ഥാനത്തിൻ്റെ കഴുത്തു ഞെരുക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ് കാണുന്നുണ്ടോ? അടങ്ങാത്ത അവരുടെ പകയിൽ ഒടുങ്ങില്ല കേരളം എന്ന സന്ദേശമാണ് ഏറ്റവും ഒടുവിലും ഉയർത്തുന്നത്, ഉയരേണ്ടത്. മോദി ഭരണകൂടത്തിനെതിരായ ഈ സമര പരമ്പരയുടെ പുതിയ ഐതിഹാസികമായ അധ്യായമാണ് ഇടതുപക്ഷം തിരികൊളുത്തി തുറക്കുന്നത്. നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികളെ ആദ്യം പരിചയപ്പെടാം. എ സമ്പത്ത്, CPIM മുതിർന്ന നേതാവ്. തൗഫീഖ് രാജൻ, കോൺഗ്രസ് വക്താവ്. S നന്ദു, BJP പ്രതിനിധി. ഒപ്പം മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ. ആദ്യം BJP പ്രതിനിധിയായ S നന്ദുവിലേക്ക്. നന്ദു, കേരളം നിരവധി സമര പോരാട്ടമാണ് ഇവർ നേരിടുന്ന അവഗണനയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കേന്ദ്ര സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെ. അതിൻ്റെ ഒരു പുതിയ അധ്യായമാണ് ഇന്ന് സത്യാഗ്രഹത്തിലൂടെ തുടങ്ങുന്നത്, അല്ലെങ്കിൽ തുടരുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിന് അർഹമായ പണം മോദി സർക്കാർ പിടിച്ചു വെക്കുകയും വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നത് സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയ മോഹത്തിൽ തന്നെയല്ലേ? അതാണ് പ്രധാനമായും കേരളം ഉന്നയിക്കുന്നത്, സർക്കാർ ഉന്നയിക്കുന്നത്, ഇടതുമുന്നണി ഉന്നയിക്കുന്നത്. അല്ല ആങ്കർ, താങ്കൾ കുറേയധികം കണക്കുകളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ ആ കണക്കുകളുടെ സാങ്കേതികത്വമൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാനിപ്പോൾ എന്തായാലും ആദ്യത്തെ ഘട്ടത്തിലേക്ക് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിനകത്ത് കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വരുമ്പോഴും അതിനു മുൻപ് 10 വർഷക്കാലം UPAയുടെ, അതായത് CPM കൂടി പിന്തുണച്ചിരുന്ന UPA ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പോഴും ഉള്ളൊരു കമ്പാരിസൺ ഇന്ന് ആദരണീയനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ തന്നെ മാധ്യമങ്ങളുടെ മുൻപാകെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ആ കമ്പാരിസണിൽ നിന്ന് തന്നെ സാമാന്യ യുക്തിയുള്ള സാമാന്യ ബോധമുള്ള ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇതിനകത്തൊരു പ്രശ്നം എന്താണ്? അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നുള്ള ഒരു നിലപാടുമായിട്ടൊരു സർക്കാർ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ സംസ്ഥാന സർക്കാരിനോട് എങ്ങനെയാണ് ഒരു കേന്ദ്ര സർക്കാർ പെരുമാറേണ്ടത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാർ ഏത് തരത്തിലുള്ള പദ്ധതികൾ അവതരിപ്പിച്ചാലും, കേന്ദ്ര സർക്കാർ ഏത് തരത്തിലുള്ള നയങ്ങൾ രൂപീകരിക്കുമ്പോഴും ആ നയങ്ങളെയൊക്കെ ഒരു എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും പറയാമെന്നുള്ള നിലയിൽ ഒരു ഗ്രൗണ്ട് സ്റ്റഡി പോലും നടത്തുന്നതിന് മുൻപ് ആദ്യം അതിനെയൊക്കെ എതിർക്കുക. അതിനുശേഷം അതിലേക്ക് പതിയെ അതിലേക്ക് തന്നെ തിരിച്ചു വരിക. ഈ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ സർക്കാരുകളെക്കുറിച്ച് നമ്മളത് പല കാര്യങ്ങളിലായാലും, അത് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ആയാലും, നമ്മൾ അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ 1, 2, 3 പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യമുണ്ട്. ഇന്ന് നെഞ്ചിൽ കൈവച്ച് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകന് പറയാമോ, ഇന്ന് കേരളത്തിൽ നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാതലായ പങ്ക്, ഞാൻ എത്ര പെർസെൻറ്റേജ് എന്നുള്ളതല്ല, കാതലായ പങ്കും നിർവഹിക്കപ്പെടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെ ഭാഗമായിട്ടല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കും? അപ്പോൾ അത്തരത്തിൽ അത് ഹൈവേ വികസനമായാലും, ജൽജീവൻ മിഷൻ ആയാലും, അത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ആയാലും, അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന ടാഗ് ലൈനിലേക്ക് നിങ്ങൾ വരുമ്പോൾ അതിനുകൂടി പ്രാപ്തമാക്കിയത്, അത് ഏതൊക്കെ പദ്ധതികൾ എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിച്ചാൽ പോലും ആ കാര്യങ്ങളിൽ ഉൾപ്പെടെ പ്രാപ്തമാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ നിർലോഭമായിട്ടുള്ള ഇടപെടലുകളാണ്. ഇനി നമ്മൾ ഈ സങ്കുചിതമായ ചില രാഷ്ട്രീയ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ള അവസരം താങ്കൾ വളരെ കൃത്യമായി തന്നാൽ ഞാൻ എന്തുകൊണ്ടാണ് പല പദ്ധതികളും ഇവിടെ നടപ്പിലാകാതെ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയാനാണ്. അതായത് ദേശാഭിമാനി പത്രം നവംബർ മാസം 9 തീയതി 2025 അവരുടെ ഒരു ഓൺലൈൻ, ദേശാഭിമാനിയുടെ ഒരു ഓൺലൈൻ ഇതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് കേരളത്തിന് 1441 കോടി രൂപയുടെ നബാർഡ് പദ്ധതികൾ, അതിൽ നിരവധിയായിട്ടുള്ള പദ്ധതികൾ, ഞാൻ അതൊക്കെ ഇപ്പോൾ പറയാനുള്ള സമയമില്ലാത്തതുണ്ട്, പദ്ധതികൾ എന്നുള്ള നിലയിൽ പറയുന്നു. തൊട്ടടുത്ത് നമ്മൾ മനോരമ ന്യൂസ് ജനുവരി 8, 2026 ആ അനുവദിച്ച ഫണ്ടുകൾ കൃത്യമായി ഉപയോഗിക്കപ്പെടാതെ ലാപ്സായി പോയതിൻ്റെ ഓൺലൈൻ ന്യൂസാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഡേറ്റുകൾ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫെയർ ചെക്ക് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള പണം നമ്മൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ, നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായി ഇത് ഉപയോഗിക്കപ്പെടാതെ എങ്ങനെയാണ് നീതി ആയോഗിൻ്റെ എല്ലാ തലങ്ങളിലും ഓരോ മേഖലയിലും ആ നീതി ആയോഗിന്റെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളം ഉപയോഗിക്കാതെ കേരളത്തിലെ ഒരു കാര്യം ഒരു കാര്യം താങ്കൾ ഇപ്പോൾ പറഞ്ഞ ജൽ ജീവൻ മിഷൻ, അതിൽ 650 കോടി രൂപയാണ് കുടിശ്ശിക കേന്ദ്രത്തിന്. ക്ഷേമ പെൻഷന്റെ വിഹിതം 341 രൂപയാണ്, 341 കോടി രൂപയാണ് കേന്ദ്രത്തിന്റെ കുടിശ്ശിക. അങ്ങനെ ഇങ്ങനെ ഓരോ കണക്കും പറഞ്ഞാൽ ഈ 1 മണിക്കൂർ തികയില്ല. ഇത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല. നിങ്ങൾ തരാനുള്ള പണം അർഹമായി 1 ലക്ഷം കോടി രൂപയുടെ അല്ലല്ല, ഞാൻ കേന്ദ്രത്തിന്റെ ഔദാര്യം, സംസ്ഥാനത്തിന്റെ ഔദാര്യം എന്നുള്ള നിലയിലേക്കൊന്നും പോകുന്നില്ല. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ആ ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അത് സംസ്ഥാന സർക്കാർ നമുക്ക് ചെയ്തു തരേണ്ട ആനുകൂല്യങ്ങളാണെങ്കിലും കേന്ദ്ര സർക്കാർ ചെയ്തു തരേണ്ട കാര്യങ്ങളാണെങ്കിലും കൃത്യമായി ചെയ്യാനുള്ള പക്ഷമുള്ള ആളാണ് ഞാൻ. അത് എന്റെ പാർട്ടിയും അത്തരം ഒരു പക്ഷമുള്ള. ഞാൻ ഒറ്റ കാര്യം അല്ല, ഞാൻ ഒരു മിനിറ്റ്, എനിക്ക് ഒരു നിലപാടുണ്ടെങ്കിൽ അത് എന്റെ പാർട്ടി നയപ്പെടുത്തുന്നതിനുള്ള നിലപാടാണ്. അല്ല, നന്ദുവിന് വ്യക്തിപരമായി വേറൊരു നിലപാടില്ല. അപ്പോൾ ഞാൻ താങ്കൾ പറഞ്ഞ ഈ 2-3 കാര്യങ്ങളിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ജൽജീവൻ മിഷൻ, താങ്കൾ ഉദാഹരണം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ പറയുന്നത്, എന്തുകൊണ്ടാണ് ജൽജീവൻ മിഷൻ പദ്ധതികൾ കേരളത്തിൽ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്? താങ്കൾ പറയുന്നു 650 കോടി രൂപ കേന്ദ്ര സർക്കാർ തന്നില്ല, അതുകൊണ്ടാണ് നിർത്തിവച്ചിരിക്കുന്നത്. താങ്കൾക്ക് വേണമെങ്കിൽ പറയാം, ഒരു വാദരൂപേണ. പക്ഷേ എന്തുകൊണ്ട് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ട ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ട് കൃത്യമായ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കൃത്യമായ ടെന്യൂറിൽ എന്തുകൊണ്ട് നമുക്ക് സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല? അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാർ 600 കോടി രൂപ തരാനുണ്ടെന്നാണ് താങ്കളുടെ വാദം. അങ്ങനെയാണെങ്കിൽ ആ വാദം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ആ വാദം എടുത്താൽ 650 കോടി രൂപ എന്നുള്ള വാദം ഞാൻ എടുത്താൽ എത്ര കോടി രൂപയാണ് ഇവിടുത്തെ കരാറുകാർക്ക് കൊടുക്കാനുള്ളത് സംസ്ഥാന സർക്കാർ? എന്തായാലും ഈ എമൗണ്ടിന് മുകളിലാണ്. ഞാൻ കണക്കൊന്നും ഇപ്പം ഉദാഹരിക്കുന്നില്ല. ഈ എമൗണ്ടിന് മുകളിലാണ്. ഞാൻ പറഞ്ഞോട്ടെ,
നെല്ല് സംഭരണത്തിലൊക്കെ 1000 താങ്കൾ പറഞ്ഞ കാര്യമാണ് ഞാൻ ഉദാഹരണം എടുത്തത്. ഞാൻ ഒരു കണ്ടന്റ് കൊണ്ടുവന്ന് അത് എലാബറേറ്റ് ചെയ്യല്ല ചെയ്തത്. ഞാൻ താങ്കൾ പറഞ്ഞ ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ് എലാബറേറ്റ് ചെയ്യുന്നത്. ഇനി താങ്കൾ പറഞ്ഞ നമ്മുടെ സംസ്ഥാന സർക്കാരിനകത്ത് വിലക്കയറ്റം നമ്മളിപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ആ വിലക്കയറ്റം നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൂണായി നിൽക്കേണ്ടത്, ആ വിലക്കയറ്റം കുറയ്ക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട തൂണായി നിൽക്കേണ്ടത് സപ്ലൈകോയാണ്. ഈ സപ്ലൈകോയിൽ സപ്ലൈകോയ്ക്കകത്ത് നടക്കേണ്ട ഓഡിറ്റിംഗ് നടന്നിട്ട് എത്ര വർഷമായി? അപ്പോൾ ഇതെല്ലാം ഏറ്റവും ഒടുവിലത്തെ ഫെസ്റ്റിവൽ സീസണിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓണത്തിന് പയറില്ലാത്തതിന്റെ പേരിൽ സമരം നടന്ന നാടാണെന്ന് കേരളം. അല്ലെന്നേ, ഈ ഫെസ്റ്റിവൽ സീസൺ ഏറ്റവും ഒടുവിലത്തെ ഫെസ്റ്റിവൽ സീസണിൽ അടക്കം അവർ വിപണിയിൽ ഇടപെട്ടു. അത് മാതൃകാപരമാണെന്ന് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് പോലും എഴുതേണ്ടി വന്നു. ഞാൻ പറയുന്നത് ഞാൻ ഇടപെട്ടു എന്നുള്ളതല്ല, നാം കെടുകാര്യസ്ഥതയുടെ ഒരു വലിയ നീണ്ട ഘോഷയാത്ര നടക്കുന്നു. ആ കെടുകാര്യസ്ഥത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പദ്ധതി നിർവഹിച്ചതിന് ശേഷം ആ പദ്ധതി നിർവഹിച്ചതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കമുള്ള, ആ പദ്ധതി നിർവഹിച്ചേണ്ട ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള, ഓഡിറ്റിംഗ് പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാരിൽ ധരിപ്പിക്കേണ്ടതും അതിൻ്റെ പണം നേടിയെടുക്കേണ്ടതും സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായി ധരിപ്പിക്കപ്പെടുന്നില്ല, അത് കൃത്യമായി യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റുകൾ കിട്ടപ്പെടുന്നില്ല എന്നുള്ള പരാതി ഞാൻ ഉന്നയിച്ചതല്ല. ലോക്സഭയ്ക്കകത്ത് അരി എത്രയെന്ന് ചോദിക്കുമ്പോ പയറഞ്ഞാടി എന്നാണ് പറയുന്നത്. അത് താങ്കളുടെ പ്രശ്നമാണ്. കാരണം അല്ല, കാതലായ വിഷയത്തിലേക്ക് താങ്കൾ വന്നില്ല. കാരണം 2015 ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരം, അതായത് ജനസംഖ്യ 1971 കണക്കിൽ നിന്നും 2011 കണക്കിലേക്ക് എത്തുമ്പോൾ ജനസംഖ്യാ ആനുപാതികമായി വിഹിതങ്ങൾ നൽകുന്നതിൽ കേരളം വലിയ അർത്ഥത്തിൽ അനർഹമായി പോയി. കാരണം എന്താണെന്നറിയാമോ? കേന്ദ്രത്തിൻ്റെ അടക്കം ഈ പദ്ധതികളുടെ ഭാഗമായി ജനസംഖ്യാ നിയന്ത്രണം അടക്കം കൃത്യമായി ചെയ്തതിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു ഗുണം രാജ്യത്തിന് ചെയ്തതിൻ്റെ പുറത്ത് ജനസംഖ്യ കുറഞ്ഞതിൻ്റെ പേരിൽ ഒഴിവാക്കപ്പെട്ട വിഹിതങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അത് താങ്കൾ സ്പർശിച്ചോ? താങ്കൾ പറഞ്ഞില്ല അത്. ഇനി ഈ അർഹമായി ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ, 1 ലക്ഷം കോടി രൂപ ഈ കഴിഞ്ഞ 3 മാസങ്ങളിലെ സാമ്പത്തിക വർഷത്തിലെ 12,000 കോടി രൂപയിൽ 5,900 കോടി രൂപ, അതാണ്ട് 6,000 കോടി രൂപയാണ് വെട്ടിക്കുറച്ചത്. ഇങ്ങനെ വെട്ടിക്കുറച്ചതിന്റെ കണക്ക് പറയൂ. സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥത ഉണ്ടെങ്കിൽ നീതി ആയോഗിന്റെ ലിസ്റ്റിൽ ഒന്നാമത് വരില്ലല്ലോ കേരളം. അത് വിടൂ താങ്കൾ, അത് താങ്കൾ പറയേണ്ട. അതിനുള്ള രാഷ്ട്രീയ മറുപടി സമ്പത്ത് പറയട്ടെ. ഞാൻ ചോദിക്കുന്നത് കേരളത്തിന് അർഹതപ്പെട്ട പണം എവിടെ? അതെന്തിനാണ് നിങ്ങൾ വെട്ടിക്കുറച്ചത്? രാഷ്ട്രീയ മറുപടി പറഞ്ഞോട്ടെ. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഈ നീതി ആയോഗിന്റെ സൂചികകളിൽ നമ്മൾ ഒന്നാമതേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് ഒന്നാമതേക്ക് വരുന്നത്? നമ്മൾ 1950 ശേഷം അല്ലെങ്കിൽ എല്ലാ സെക്ടറിലും, അത് വിദ്യാഭ്യാസമായാലും അല്ലെങ്കിൽ ആരോഗ്യരംഗമായാലും അത്തരം സെക്ടറുകളിൽ ഉയർന്നു വന്നൊരു സമൂഹമല്ല. നമ്മൾ അതിനു മുൻപേ ഈ രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ രൂപീകൃതമായി പ്രവർത്തന സജ്ജമാവുന്നതിന് മുൻപേ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ കേരളത്തിന് അതിൻ്റെതായ പങ്ക് വഹിക്കാനുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. അല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ പല കാര്യങ്ങളിലും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെയിൻറ്റെയിനിങ്ങിൽ നമ്മൾ ഓൾറെഡി, ഞാൻ അതാണ് പറഞ്ഞത്, 1950 മുൻപ്, അതായത് ഒരു ജനാധിപത്യ സർക്കാർ ഇലക്റ്റഡ് ആവുന്നതിന് മുൻപ് തന്നെ നമ്മൾ അത്തരത്തിൽ മുന്നോട്ട് നിന്നിരുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മുൻഗണന അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേൽക്കൈ നമുക്ക് എല്ലാ കാലഘട്ടത്തിലും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അത്തരത്തിലുള്ള മേൽക്കൈ കിട്ടിയിട്ടുള്ള സംസ്ഥാനങ്ങളല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ജനാധിപത്യ സർക്കാരുകൾ വന്നതിന് ശേഷം പതിയെ ഈ മേഖലകളിലേക്ക് നടന്നു വന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഒരു സൂചിക കൊണ്ട്, ഒരു ഇൻഡെക്സ് സൂചിക കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ ഈ ട്രോൾ ഗ്രൂപ്പുകളെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയേക്കാൾ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരുള്ള അല്ലെങ്കിൽ ഏറ്റവും സമാധാനമായിട്ട് ജീവിക്കുന്ന ആളുകളുള്ള സംസ്ഥാനമാണ്, അല്ല രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് അതിനെ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച ആളുകൾ ഈ ഇൻഡെക്സുകൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ ചില മേഖലകളിൽ മുകളിൽ വന്നു എന്നാണ് ആ ഏജൻസികളൊക്കെ പറഞ്ഞത്. അത് അവരുടെ കണക്കുകൾ ഒതന്റിക്കായി താങ്കൾ പറഞ്ഞു, കൈരളി പറഞ്ഞു എന്നല്ല പറഞ്ഞു, ഞാൻ ഒതന്റിക് ആയിട്ടല്ല പറഞ്ഞു. ഞാൻ എല്ലാ ട്രോൾ ഗ്രൂപ്പുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മളൊരു ഇൻഡെക്സ് സൂചികയല്ല. ഇൻഡെക്സ് സൂചികയല്ല, നീതി ആയോഗ് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണ്. നോക്കൂ, മൾട്ടി ഡയമെൻഷണൽ ദാരിദ്ര്യ സൂചിക, സുസ്ഥിര വികസന പദ്ധതി സൂചിക, ആരോഗ്യ സൂചിക, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മികവ് സൂചിക എന്നിവയിലെല്ലാം ഉന്നത സ്ഥാനമാണ് കേരളത്തിൽ. ഞാൻ എന്തുകൊണ്ടാണ് താങ്കളുടെ അടുത്ത് പറഞ്ഞത്, നമ്മൾ 1950 ശേഷം അത്തരത്തിൽ ഉയർന്നു വന്ന ഒരു സമൂഹമല്ല. നമ്മൾ നേരത്തെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് നിന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത്രയും മിനിറ്റ് താങ്കൾ സംസാരിച്ചല്ലോ. നെക്സ്റ്റ് റൗണ്ടിൽ വരാം. ശ്രീ എ സമ്പത്ത്, നിങ്ങൾ, അതായത് നമ്മൾ, കേരളം
ഇങ്ങനെ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയായി വന്ന വലിയ മികവും നേട്ടവുമുണ്ട്. അതാണ് നിങ്ങളുടെ പ്രശ്നം. അങ്ങനെ പ്രശ്നങ്ങളുള്ളപ്പോൾ നിങ്ങൾക്കുള്ള വിഹിതം സ്വാഭാവികമായും കുറയും. ഒന്ന്. രണ്ട്, ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നത് BJP ഇതാണ്. അതായത് പല പദ്ധതികളും ആദ്യം പിൻവാങ്ങുകയും പിന്നീട് അത് നടപ്പാക്കുകയും ചെയ്യാനായി എത്തുന്നു. പിന്നീട് പല പദ്ധതികൾക്കും അനുവദിച്ച തുക ലാപ്സാക്കി കളയുന്നു. ഇങ്ങനെ കെടുകാര്യസ്ഥതയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളുമാണ് ഈ പ്രശ്നം. അജിംഷാദ്, ഈ വിഷയം എന്നുള്ളത് വളരെ ലഘുവായ ഒരു വിഷയമോ അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ 4 പേരിരുന്ന് 1 മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്താൽ ഇത് പ്രേക്ഷകരിലേക്ക് ഇതിൻ്റേതായിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ സന്നിവേശിപ്പിക്കാൻ കഴിയുന്നതോ അല്ല. അത് ശരിയാണ്. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള LDFൻ്റെ മന്ത്രിമാർ, ജനപ്രതിനിധികൾ അവരെല്ലാവരും രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ, ഞാനടക്കമുള്ള പൊതുപ്രവർത്തകർ, CPIMൻ്റെ പ്രവർത്തകരായിട്ടുള്ളവരടക്കം അതിൻ്റെ സംഘാടകരുമൊക്കെയായി ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെയാണ്. ഇതിപ്പോൾ ആദ്യമായി നടന്നതായ ഒരു സമരമല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഡൽഹിയിൽ ഓർമ്മയുണ്ടല്ലോ, അങ്ങനെ ഒരു ഫെബ്രുവരി മാസത്തിൽ അത്തരത്തിൽ അവിടെ സത്യാഗ്രഹം ഇരുന്നതും ആ സത്യാഗ്രഹ സമരത്തിൽ അന്ന് നമ്മുടെ നാട്ടിലെ UDFൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തില്ല. പക്ഷേ മറ്റൊരു കാര്യം അറിയേണ്ടത്, കോൺഗ്രസ് തന്നെ ഭരിക്കുന്നതായിട്ടുള്ള കർണാടകത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതുപോലെ സത്യാഗ്രഹം ഇരിക്കേണ്ടി ഇതേ മുദ്രാവാക്യങ്ങളായിരുന്നു. തുകയും അത്തരം കാര്യങ്ങളിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാരണം, ഇപ്പോൾ നന്ദു ആയിരുന്നാലും ശരി, ശ്രീ തൗഫീഖ് രാജനായാലും ശരി, അല്ല ശ്രീ ജയചന്ദ്രനായാലും, നമ്മൾ ഈ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചാണ് ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള ബന്ധങ്ങൾ വ്യവച്ഛേദിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ നമ്മുടെ നിലവിലുള്ള ഭരണഘടന അത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ കുറേ വലിയ ഭേദഗതികളെല്ലാം വന്ന് അതിൻ്റെ ചർച്ചകൾ, അതിന് മുമ്പെല്ലാം 1919, 1909 അത് അന്ന് പുറകോട്ട് പോയാൽ 1857 കാര്യങ്ങളിലേക്ക് വരെ എത്തേണ്ടതായിട്ട് വരും. അതിന് മുമ്പുള്ള ചാർട്ടർ ആക്റ്റുകളും. ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് ചുരുക്കുകയാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 12 ഇതാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം. ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 12 എന്നുള്ളത് ആർട്ടിക്കിൾ 264 മുതൽ ആർട്ടിക്കിൾ 300 വരെയുള്ള കാര്യങ്ങളിലും താങ്കളുടെ ഭാഷയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന് ചുരുക്കി നിങ്ങൾ മാധ്യമപ്രവർത്തകർ പറയുകയും ഞാനിപ്പോഴും മുമ്പും ഇനിയും പറയാൻ ആഗ്രഹിക്കുന്ന യൂണിയൻ സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന് വീണ്ടും ഭരണഘടനയുമായി ചേർന്ന് അത് ഭരണഘടനയിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളിലും അതിൻ്റേതായിട്ടുള്ള ഇറ്റ്സ് എ കോർട്ട് ഓഫ് റെക്കോർഡ്. അതിൻ്റെ അത്തരം എഴുത്തുകളിലെല്ലാം തന്നെ അത് യൂണിയൻ ഗവൺമെൻറ് അതുപോലെ സംസ്ഥാന സർക്കാർ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഭരണഘടനയിലെ ഞാൻ പറഞ്ഞ പാർട്ട് 12 അതിൻ്റെ ചാപ്റ്റർ 2 അധ്യായം 2 ആ അധ്യായം 2 ആർട്ടിക്കിൾ 293 ആർട്ടിക്കിൾ 293 അതിൽ ഈ ബോറോയിങ് ഓഫ് സ്റ്റേറ്റ്സിനെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യം ഞാൻ അത് ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കാൻ, മറ്റ് കണക്കുകളെല്ലാം ഇരിക്കട്ടെ, അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി KN ബാലഗോപാൽ ശ്രീമതി നിർമ്മല സീതാരാമനെ സൂചിപ്പിച്ച് അവരോട് ഈ കാര്യങ്ങൾ ഉണർത്തിയതും ഇതുമായി ബന്ധപ്പെടുകയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം അവിടെ ഈ വിശദമായി തന്നെ ആ പൊതുയോഗത്തിൽ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞതും താങ്കൾ സൂചിപ്പിച്ചത്. ഇപ്പം ഞാനും തൗഫീഖും അതെല്ലാം നന്ദുമെല്ലാം പറയുമ്പോൾ രാഷ്ട്രീയം ഇതിനകത്തുണ്ട്, അതിലെല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ കണക്കുകളും എല്ലാം വന്നോട്ടെ. അത് ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും തർക്കത്തിനൊന്നും ഇപ്പോൾ മുതിരുന്നില്ല, തർക്കിച്ച് ജയിക്കാനും അല്ല. ഇന്ത്യയിൽ ആഭ്യന്തര കൊളോണിയലിസം പിടിമുറുക്കുകയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നൊരു പദപ്രയോഗം അതിപ്പോൾ ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലും, ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ചും ഭരണഘടനയുള്ള രാഷ്ട്രങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല US-ലും അത് നടക്കുകയാണ്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. ഇന്ത്യ ഒരു യൂണിറ്ററി രാഷ്ട്രമല്ല. ഭരണഘടനയുടെ അനുച്ഛേദം 1 തന്നെ ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ സമുച്ചയമാണ് എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളില്ലാതെ ഇന്ത്യയില്ല. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ജില്ലകളായി അത്തരത്തിൽ വിഭജിച്ചിട്ടുള്ളതുപോലെ അങ്ങനെയല്ല സംസ്ഥാനങ്ങൾ രൂപീകൃതമായിട്ടുള്ളത്. ഇവിടെ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് ഈ പണം ഇന്ത്യ ഗവൺമെൻറ് നൽകുന്നത് സംബന്ധിച്ച് വെർട്ടിക്കൽ ഡെവല്യൂഷനുണ്ട്, ഹൊറിസോണ്ടൽ ഡെവല്യൂഷനുണ്ട്. സാമ്പത്തികമായ പദപ്രയോഗങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം മാത്രം ഞാൻ പറയാം.
ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് GST ആണ്. സംസ്ഥാനങ്ങൾക്ക് നികുതി പിരിക്കാനൊക്കെ കഴിയുന്നതൊക്കെ വളരെ 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 ചുരുക്കം മേഖലകളിൽ മാത്രമായി അത് മാറിയിട്ടുണ്ട്. നമ്മൾ യൂണിയൻ ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഒക്കെ പറഞ്ഞിരുന്നാലും GST നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ആകെ മൊത്തം നികുതി വരുമാനത്തിൻ്റെ ഏതാണ്ട് 70% യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്കാണ് വരുന്നത്. എന്നുവെച്ചാൽ താങ്കളുടെ ഭാഷയിൽ മോദി സർക്കാർ എന്ന് വെച്ചോ. മൊത്തം നികുതി വരുമാനത്തിൻ്റെ 70% ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക്. എന്നാൽ ഈ ഇന്ത്യ എന്ന ഈ വലിയ രാഷ്ട്രത്തിൽ 28 സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഉള്ളതും യൂണിയൻ ടെറിട്ടറികൾ ഒക്കെ ചേർന്നിട്ടുള്ള ഇവിടെ ചെലവിൻ്റേതായിട്ടുള്ള ഏതാണ്ട് 68% സംസ്ഥാനങ്ങളാണ് നിർവഹിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഏതാണ്ട് 70%. പച്ച മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അടിയെല്ലാം ചെണ്ടയ്ക്കും പണമെല്ലാം മാരാർക്കും എന്നുള്ളതുപോലെ. ഇവിടെ ഇതെല്ലാം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് വരും. നന്ദുവിൻ്റെ, എൻ്റെ ചങ്ങാതിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതെല്ലാം ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങോട്ടേക്ക് നൽകുന്നതാണ്, ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങോട്ടേക്ക് നൽകുന്നതാണ് എന്ന്. എവിടെ നിന്നാണ് ചങ്ങാതി പണം പോണത്? നമ്മൾ ഉൾപ്പെടെ ഉള്ളവരിൽ നിന്നാണ് പണം പോകുന്നത്. ഞാൻ ഈ പേന വാങ്ങിയപ്പോൾ, ശ്രീ ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കുള്ള മരുന്ന് വാങ്ങിയപ്പോൾ, നന്ദു ഷർട്ട് വാങ്ങിയപ്പോൾ, തൗഫീഖ് ഒരു മുണ്ട് വാങ്ങിയപ്പോൾ, ഈ അജിംഷാദ് അത്തരത്തിലൊരു മൊബൈൽ വാങ്ങിയപ്പോൾ ഇതിനെല്ലാം നികുതി ഉണ്ട് എന്നുള്ളത് എല്ലാത്തിൻ്റെയും നികുതിയിൽ GST ആയി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് ചെല്ലുന്നത് 70% അത്തരത്തിൽ നികുതി കയ്യിലേക്ക് കിട്ടുകയും ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് വരുന്ന നികുതി പണത്തിൻ്റെ 55% വീതം വെച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് നൽകണം എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ, ഞാനെന്ന് ലോക്സഭാംഗമാണ്, അദ്ദേഹം അത്തരത്തിൽ ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചതുമാണ്. അതിനുശേഷം പ്രധാനമന്ത്രിയായി വന്നു അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഇത് 41% ഡെവല്യൂഷൻ ഇത്തരത്തിൽ ടാക്സസിൻ്റേത് 41% ചുരുങ്ങിയത് വീണ്ടും ചുരുക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഇക്കഴിഞ്ഞതായിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ചടക്കം ഇത്തരം കാര്യങ്ങൾ സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് നൽകുന്നതായിട്ടുള്ള നികുതി വരുമാനം, ആ നികുതി വരുമാനം അല്ലാതെ പിന്നെ എങ്ങനെ കൊടുക്കാം? ഗ്രാൻസ് ഇൻ എയ്ഡായി കൊടുക്കാം. അതിനൊന്നും വേറെ ചോദ്യങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചൊരു കാര്യം, ഒറ്റ മിനിറ്റ് എടുത്ത് ഞാൻ നിർത്തുകയാണ്. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങളുണ്ടായി. പുറത്തുനിന്ന് പണം അത്തരത്തിൽ മലയാളികളും പുറത്തുള്ളവരും എല്ലാം അത്തരത്തിൽ നൽകാനായി സമ്മതിച്ചതും അവർ തയ്യാറായതും അവരുടെ മനുഷ്യത്വപരമായ കാരുണ്യത്തിന് അതിന് നമ്മൾ നന്ദി പറയണം. എന്നാൽ പാടില്ല എന്ന് വിലക്കിയതാരാണ്? ഇന്ത്യ ഗവൺമെൻറ്റല്ലേ. അങ്ങനെ വിലക്കിയ ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഒരു കാര്യം ആലോചിക്കണം. അതേ പ്രധാനമന്ത്രി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, ശ്രീ AB വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ലോകത്തിലെ രാഷ്ട്രങ്ങളോട് അഭ്യർത്ഥിച്ചു ഗുജറാത്തിനെ സഹായിക്കാനായി മലയാളികളടക്കം വിദേശത്തുള്ളവർ, അതിൽ NRIs അടക്കം അത്തരത്തിൽ അവരടക്കം വിദേശ പൗരന്മാരിൽ നിന്നടക്കം പണം സംഭരിച്ച് ഗുജറാത്തിനായി നൽകി എന്ന കാര്യം മറന്നു പോകരുത്. രാഷ്ട്രീയമല്ല വിഷയം, ജീവനാണ് വിഷയം. മനുഷ്യൻ്റെ ജീവനാണ്, മനുഷ്യൻ്റെ നിലനിൽപ്പാണ്. ഇന്ത്യക്കാരുടെ മുന്നോട്ടുള്ള അവരുടേതായ പുരോഗതി, അത് നിലനിന്നാലേ മുന്നോട്ട് പോകാനായി കഴിയുള്ളൂ. ഇന്നാണ് പ്രശ്നം. ഇവിടെ നമുക്ക് ഇതൊന്നും അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ പിന്നീട് മഹാരാഷ്ട്രയ്ക്ക് ചില ദുരന്തങ്ങളുണ്ടായി. മഹാരാഷ്ട്രയ്ക്ക് ആ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിൻ്റേതായ ന്യായങ്ങളായിരുന്നില്ല. കേരളത്തിനോട് പറഞ്ഞ ന്യായം എന്നുള്ളത് പഴയ ചെന്നായ ആട്ടിൻകുട്ടിയോട് പറഞ്ഞതുപോലെ, നീ അല്ല എങ്കിൽ നിൻ്റെ അപ്പൻ ഈ കുളം കലക്കി, നദി കലക്കി, വെള്ളം കലക്കി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ 2 തരത്തിലുള്ള ന്യായങ്ങളാണ് ഇവർ കണ്ടെത്തുന്നത്. ഇത് ഇരട്ടത്താപ്പാണ്. ഈ കേരളത്തോടുള്ള അവഗണന എന്നുള്ളത് മാത്രമല്ല, കേരളത്തോട് പകയാണ്. 1957 ഇന്ത്യയിൽ ആദ്യമായി ഭൂപരിഷ്കരണ നടപടികൾ കേരളത്തിലാണ് തുടക്കം കുറിച്ചത്. പിന്നീടാണ് ജമ്മു കാശ്മീരിൽ നിലവിൽ വന്നത്. മുദ്രാവാക്യം കോൺഗ്രസിൻ്റേതായിരുന്നു എന്നുള്ളത് ശരിയാണ്. ആ ഗവൺമെൻറ് കാലാവധി പൂർത്തിയാക്കാതെ പിരിച്ചുവിടപ്പെട്ടതിൻ്റെ അടക്കം ഒരു കാരണം ആ ഭൂപരിഷ്കരണ നടപടികളാണ്. 1967 വരെ 10ാം ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് വാസ്തവത്തിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് ഫീസ് കൊടുക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയും, അങ്ങനെ ഫീസ് കൊടുക്കാൻ ഒരു ദിവസം വൈകിയാൽ 25 നയാ പൈസ അതിന് പിഴ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം 67 EMS ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ ആദ്യമായി എടുത്തു മാറ്റിയത്. നമ്മൾ അടിസ്ഥാനപരമായി ഇത്തരം പല കാര്യങ്ങളിൽ നമ്മൾ നേടിയിട്ടുള്ളതായി ആ നേട്ടങ്ങൾ കോട്ടങ്ങളുടെ പട്ടികയിലേക്ക് പെടുത്തരുത് എന്നുള്ളതാണ്. കേരളം ഇന്ത്യ എന്ന ഈ ഉപഭൂഖണ്ഡത്തിൽ, ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ ഇത് പുറംപോക്കിലെ അവറാനല്ല. കേരളം മുട്ടിലിഴയാനുള്ളവരുടെ നാടല്ല. കേരളം നെഞ്ചു വിരിച്ച് ചോദിക്കുന്നത് കേരളത്തിൻ്റെ അവകാശമാണ്, കേരളത്തിൻ്റെ വിഹിതമാണ്, അതാണ് ചോദിക്കുന്നത്. തീർച്ചയായും. ശ്രീ തൗഫീഖ് രാജൻ, കോൺഗ്രസ് പ്രതിനിധി, നോക്കൂ, ഇവിടെ ഈ സംസ്ഥാനത്തോട് ഇരട്ടത്താപ്പ് കാട്ടുന്നു, ഇതുപോലെ കർണാടകയോടും തെലങ്കാനയോടും ഒക്കെ കാട്ടുന്നത് പോലെ. പക്ഷേ ആ ഇരട്ടത്താപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷം UDF കൃത്യമായി മോദി സർക്കാരിനെതിരെ പ്രതിരോധം തീർക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന ആക്ഷേപമാണ് വലിയ അർത്ഥത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സത്യാഗ്രഹത്തിൽ പോലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉന്നയിച്ചത്. അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് കേരളത്തിൻ്റേതല്ല ഏതാവശ്യങ്ങളായാലും ഒരുമിച്ച് LDFുമായി ചേർന്ന്
ഒരു സമരം അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതു ആവശ്യത്തിന് വേണ്ടി സമരം നിൽക്കുന്ന പരിപാടി UDF-നോ കോൺഗ്രസിനോ ഇല്ലെന്ന് VD സതീശൻ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ അൺകോൺസ്റ്റിറ്റ്യൂഷണലായ ഭരണഘടനാ വിരുദ്ധമായ മോദി സർക്കാരിൻ്റെ നീക്കങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്കും ചെറുക്കേണ്ട ബാധ്യതയില്ലേ രാഷ്ട്രീയമായി? അജിംഷാദേ, ഈ BJP ചെയ്യുന്നത്, കേരളത്തോട് ചെയ്യുന്നത് എല്ലാം ശരിയാണ് എന്ന തരത്തിൽ ഉള്ള ഒരു അഭിപ്രായം, അല്ലെങ്കിൽ BJP-യുടെ പ്രവർത്തികളോട്, BJP സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തികളോട് എല്ലാ തരത്തിലും യോജിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതിനപ്പുറത്തേക്ക് ഇവിടെ ചില സംശയങ്ങൾ, ചില ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായി ഉയർത്തേണ്ട ആവശ്യകത നിലവിലുണ്ട്. ഇവിടെ അല്പം മുമ്പ് വളരെ ഘോരം സംസാരിച്ച ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി, കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ ഉണ്ടായിരുന്ന പ്രതിനിധിയാണ് ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ മുൻ പാർലമെന്റ് അംഗം കൂടിയായ ഡോക്ടർ A. സമ്പത്ത്. അദ്ദേഹത്തിന് ശേഷം KV തോമസ് ആണ് ആ പദവിയിൽ ഇരിക്കുന്നത്. എന്റെ 1-2 ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനായി ആഗ്രഹിക്കുന്നു. അതായത്, നിങ്ങൾ എന്തിനാണ് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി ക്യാബിനറ്റ് റാങ്കോടെ 1 ലക്ഷത്തിൽ പരം ഓണറേറിയം നൽകിക്കൊണ്ട് നിയമിച്ചത്? ഒന്നാമത്തെ ചോദ്യം. ഈ കേന്ദ്ര സർക്കാരുമായി ലേസൺ വർക്ക് നടത്തി സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങേക്ക് തിരുത്താവുന്നതാണ്. അതിനപ്പുറത്തേക്ക് അങ്ങനെയെങ്കിൽ എത്ര താല്പര്യങ്ങളാണ്, സംസ്ഥാനത്തിന്റെ എത്ര താല്പര്യങ്ങളാണ് ഈ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി എന്നുള്ള പദവി ഉപയോഗിച്ച നിങ്ങൾക്ക് സംരക്ഷിക്കാനായത് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. അതിനപ്പുറത്തേക്ക് മൂന്നാമതായി ചോദിക്കാനുള്ളത്, ഈ സാമ്പത്തിക ഉപരോധത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് സംസാരിച്ചത്? സാമ്പത്തിക ഉപരോധമാണല്ലോ, ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സമീപനങ്ങളാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയെങ്കിൽ സാമ്പത്തിക ഉപരോധത്തിൽ നിന്ന് കേരളത്തിന് വേണ്ടി, കേരള സംസ്ഥാനത്തിന് വേണ്ടി എന്ത് ഇടപെടലാണ്, എന്താണ് സംസാരിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യമായി മാറുകയാണ്. ഇനി KV തോമസ് ആയതിനു ശേഷം ഇപ്പോ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി 1 ലക്ഷത്തിൽ പരം ഓർഡറേറിയം വാങ്ങിച്ചുകൊണ്ട് ശ്രീ KV തോമസ് ആണ്. ശ്രീ KV തോമസ് ആയ ശേഷം കേരളത്തിൽ നേരിടുന്ന സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹം എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്ന് പറയാനായിട്ട്, ഇല്ലെങ്കിൽ കേൾക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഘട്ടത്തിൽ അജിംഷാദ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ളൊരു വാക്കുകൾ പറയേണ്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അതായത്, ഈ KV തോമസിനെ 1 ലക്ഷത്തിൽ പരം ഓർഡറേറിയം കൊടുത്ത രാജ്യ തലസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി നിയോഗിച്ചത് കേവലം കാഴ്ചക്കാരായി ഇരിക്കാനല്ല, കേരളത്തിലെ ആവശ്യങ്ങൾ, കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ കേരള ഹൗസിൽ നിന്ന് പുട്ടും കടലയും കഴിക്കാനല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ പ്രകൃതി മനോഹരമായ സ്ഥലമാണ് കുമ്പളങ്ങി, അദ്ദേഹത്തിന്റെ വസതിയിലിരുന്ന പുട്ടും കടലയും കഴിക്കാമല്ലോ. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, കേരളത്തിന് വേണ്ടി നിലപാടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതിനിധികളെ ഡൽഹിയിൽ നിയമിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ലേസൺ വർക്ക് നടത്തി കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിയമിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇവരെയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നിയമിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യമായി മാറുകയാണ്. ഈ ഘട്ടത്തിൽ ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയുമായി ലിങ്ക് ചെയ്ത് സംസാരിക്കേണ്ട സാഹചര്യം വരുന്നു. ഇത്തരത്തിലുള്ള നിയമനങ്ങൾ അനാവശ്യ നിയമനങ്ങളാണ് എന്ന് അടിവരയിട്ട് പറയേണ്ട സാഹചര്യം എവിടെയാണ് ഉണ്ടാകുന്നത്? ഇവർക്ക് ഓണറേറിയം നൽകുന്നു, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു, ഇവർക്ക് ഡൽഹിയിൽ പ്രത്യേകമായി പേഴ്സണൽ സ്റ്റാഫുകളുണ്ട്, ഓഫീസുകളുണ്ട്, സഞ്ചരിക്കാൻ കാറുണ്ട്, ഡ്രൈവറുണ്ട്. അനാവശ്യമായിട്ടുള്ള ഇടപെടലല്ലേ ഇത്തരത്തിലുള്ള നിയമനങ്ങളിലൂടെ ഉണ്ടാകുന്നത്? അല്ലാത്ത പക്ഷം ഇവരുടെ നിയമനങ്ങളിലൂടെ എന്തെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് ഉണ്ടായത് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാവണം. ശരി, അവരത് വ്യക്തമാക്കും. ശ്രീ തൗഫീഖ് രാജൻ, ഞാൻ സെക്കൻഡ് റൗണ്ടിലെത്താം. ശ്രീ M. ജയചന്ദ്രൻ, ഞാൻ ഇടപെടാതെ, തടസ്സപ്പെടുത്താതെ തൗഫീഖ് രാജൻ എന്ന കോൺഗ്രസ് പ്രതിനിധിയെ അനുവദിച്ചത് അദ്ദേഹം ഈ 3 മിനിറ്റിലധികം സംസാരിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തെ ദ്രോഹിക്കുന്നതും അവർക്ക് അർഹമായ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതുമായ കാര്യങ്ങളാണ് ഇന്ന് ഏറ്റവും വലിയ വിഷയമായി ഉന്നയിച്ചത്. BJPക്കെതിരെ ഈ 3.5 മിനിറ്റിൽ ഒരു വാക്ക് പോലും കോൺഗ്രസ് പറയുന്നില്ല. ഏതൊക്കെയോ നിയമനങ്ങൾ, KV തോമസിൻ്റെ കാര്യം പറയുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായ വിഹിതം മോദി സർക്കാർ വെട്ടിക്കുറയ്ക്കുന്നതിന് മോദി സർക്കാരിനെതിരെ ഒരു വാക്കില്ല. ഇത് തൗഫീഖ് രാജൻ്റേതല്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ വാക്കുകളാണത്. ഈ സമീപനമാണത്, നിലപാടാണത്. അതുകൊണ്ടാണ് ഞാൻ തടസ്സപ്പെടുത്താതെ കേട്ടുകൊണ്ടിരുന്നത്. ഈ ജനങ്ങൾ അതൊന്ന് കേൾക്കട്ടെ എന്ന്, കോൺഗ്രസിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. ശ്രീ M. ജയചന്ദ്രൻ, ഈ വിഷയത്തിലേക്ക് വന്നാൽ. അജിംഷാദ്, ഇതില് ഈ ഒറ്റ കാര്യം പറഞ്ഞ തൗഫീഖ് രാജന്റെ ആ വിഷയത്തിന്റെ പ്രശ്നം അങ്ങ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പിന്നെ അദ്ദേഹം പറയണമെങ്കിൽ പിന്നെ പറയട്ടെ. ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം ഈ ഇപ്പൊ ഈ ചർച്ചയിലുള്ള സമ്പത്തിന്റെയും ചർച്ചയിലില്ലാത്ത തോമസ് മാഷിന്റെ കാര്യം പറഞ്ഞല്ലോ തൗഫീഖ് രാജൻ. ഉത്തരവാദിത്വത്തോടെ രാഷ്ട്രീയ പ്രവർത്തകനാണ് താങ്കൾ എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പറയേണ്ടത് എന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ താങ്കൾ പറയാതെ കുറ്റസമ്മതം നടത്തുന്നത് എന്താണെന്ന് അറിയാമോ?
ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച് പാർലമെന്റിൽ പോയിരിക്കുന്ന 18 എംപിമാരും വെറും ആ ഭാഷ എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക ദയവായി. അവരുടെ പണി വേറെയാണ്. അവർ കർണാടകത്തെ അല്ല ജനങ്ങൾ അല്ലല്ല തൗഫീഖ് രായൻ അവിടെ നിൽക്കൂ. കാരണം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് അലവൻസ് മേടിച്ചുകൊണ്ട് പോകുന്ന ഈ UDF എംപിമാർ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. ജനപ്രതിനിധികളായി ജനങ്ങൾ അയച്ചവർ എന്നാണ് ശ്രീ എം ജയചന്ദ്രൻ ചോദിച്ചത്. അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്യട്ടെ. താങ്കൾ പറഞ്ഞപ്പോഴും മറ്റുള്ളവർ പറഞ്ഞപ്പോഴും അദ്ദേഹം ഇടപെട്ടില്ലല്ലോ. തൗഫീഖ് രായൻ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇല്ലില്ല, അങ്ങനെ കൊള്ളേണ്ട കാര്യമില്ല തൗഫീഖിന്. തൗഫീഖ് അവിടെ ഇരിക്കൂ. തൗഫീഖ് അവിടെ ഇരിക്കൂ. ശ്രീ എം ജയചന്ദ്രൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. തൗഫീഖ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതെ തൗഫീഖ് രാജൻ, താങ്കളുടെ സമയത്ത് അദ്ദേഹം മിണ്ടിയില്ല. മാത്രമല്ല അദ്ദേഹം ചോദിച്ചത് UDF അല്ലല്ല ജനങ്ങൾ അവരുടെ പ്രതിനിധിയായി അയച്ച് അവരുടെ അലവൻസ് പറ്റുന്ന എംപിമാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ ഇടപെട്ട് തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. താങ്കളുടെ വെർഷൻ വരുമ്പോൾ അതിന്റെ മറുപടി പറഞ്ഞാൽ മതി. താങ്കളുടെ റൗണ്ട് വരുമ്പോൾ, താങ്കളുടെ സമയം വരുമ്പോൾ അത് ഇടപെട്ട് അദ്ദേഹത്തെ ശല്യപ്പെടുത്തണ്ട. കാരണം നിങ്ങളൊന്നും സംസാരിച്ചു അദ്ദേഹം ഇടപെട്ടില്ല. എം ജയചന്ദ്രൻ കംപ്ലീറ്റ് ചെയ്യൂ. അല്ലല്ല കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് നിങ്ങൾ സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. പലപ്പോഴും ഒരു പണിയാണ് ടോപ്പിക് ഇറക്കുന്ന ഒരു പണിയാണ്. സംസാരിക്കുന്നതിന് ഇടയ്ക്ക് കയറി, പ്രത്യേകിച്ച് ഞാൻ പറയാൻ ഇടയ്ക്ക് കയറി പറയുക. ഇനി അങ്ങനെ പറഞ്ഞാൽ തൗഫീഖ് രാജൻ പറയുന്ന ഒരു അക്ഷരം പോലും ഈ ചാനലിൽ ഞാൻ കേൾപ്പിക്കില്ല. ഇടപെട്ടുകൊണ്ടേ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം അടിവരയിട്ട് പറയുക. ഭീഷണി തന്നെയാണ്. അല്ല തൗഫീഖ് രാജൻ, ഒരു ജനാധിപത്യമില്ലേ? അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകർ പറഞ്ഞു തുടങ്ങുമ്പോൾ താങ്കൾ ഇടപെടുന്നത് എന്താണ്? താങ്കൾക്ക് എന്തെങ്കിലും സംശയമാണ്, ഒരു പോയിന്റ് ഓഫ് ഓർഡർ പോലെ ചോദിക്കാനാണെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം. ഇത് താങ്കൾ ഇടപെട്ട് താങ്കളുടെ സമയത്തിന് താങ്കൾ പ്രതിരോധിക്കണം. അല്ലാതെ അദ്ദേഹത്തിന്റെ അല്ലല്ല തൗഫീഖ് രാജൻ, അത് ശരിയല്ല. ഇറ്റ് ഈസ് നോട്ട് ഫെയർ. ശ്രീ ജയചന്ദ്രൻ താങ്കൾ കംപ്ലീറ്റ് ചെയ്യൂ. അല്ല ഞാൻ എന്റെ സമയം മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ആ സമയം എനിക്ക് അവകാശപ്പെട്ടതാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ മൊത്തത്തിൽ പറയേണ്ടത് ആങ്കറാണ്. മറ്റാരെങ്കിലും ഇടപെട്ട് പറയാൻ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമേ. തീർച്ചയായും താങ്കൾക്ക് പറയാം. എം ജയചന്ദ്രൻ താങ്കളുടെ സമയമാണ്, താങ്കൾക്ക് പറയാം. അതെ അതാണ് പറഞ്ഞത്. അപ്പൊ ഈ കോൺഗ്രസിന്റെ 18 പേര് അവിടെ എന്തിനാ പോയിരിക്കുന്നത്? കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള അവരുടെ ബാധ്യതയല്ലേ? അവരുടെ ബാധ്യതയാണെന്നേ, അവരുടെ ലയബിലിറ്റിയാണ്. They are liable to പിന്നെ ask the union government for Kerala. അതാണല്ലോ ഒരു ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നാളിതുവരെ നിറവേറ്റാനായിട്ട് ഏത് കോൺഗ്രസ് എംപി തയ്യാറായിട്ടുണ്ട് എന്ന് മാത്രമല്ല, കോഴിക്കോട് എംപിയും കൊല്ലം എംപിയും പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് കേരളത്തിനെ കൊച്ചാക്കാൻ വേണ്ടി, കേരളത്തിന് കിട്ടുന്ന വിഹിതം കുറയ്ക്കാൻ വേണ്ടി പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിച്ചത് പുറത്തു വന്നല്ലോ 2009 തന്നെ, ഇല്ലേ? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് പിന്നെ സമ്പത്തും KV തോമസും അവിടെ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടി ചെലവാക്കുന്ന പണം കൊണ്ടാണ് അത്ര കേരളം മുടിഞ്ഞു പോകുന്നത്. എന്തൊക്കെ വിദണ്ഡവാദങ്ങളാണ് കോൺഗ്രസിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന കുറെ പിന്നെ സ്പോർട്സ് പേഴ്സൺസ് ഉന്നയിച്ച് നടക്കുന്നത്. ഇവർക്കൊന്നും സ്വന്തം പാർട്ടിയെ കുറിച്ച് പോലും യാതൊരു ധാരണ പോലും ഇല്ലല്ലോ. ഈ എംപിമാരെ തെരഞ്ഞെടുത്തത് ഒരു MP എന്ന് പറയുന്നത് 7 അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയാണെന്ന്. ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 1.5 ലക്ഷം പേരെ ഉണ്ടെന്ന് കൂട്ടാൻ എത്രയായി? ഒരു MP എത്ര പേരുടെ പ്രതിനിധിയാണ്? ആ MPക്ക് ഒരു ഉത്തരവാദിത്തമില്ല പാർലമെന്റില് സ്വന്തം സംസ്ഥാനത്തോട്. എന്ത് ചെയ്തിട്ടുണ്ട് ഇവര്? എന്നിട്ടാണ് ന്യായം പറയാൻ വരുന്നത്. അങ്ങനെ ന്യായമൊന്നും പറഞ്ഞ് പോകാൻ കഴിയില്ല. ഇവർ അക്ഷരം മിണ്ടുന്നില്ല. എന്നിട്ടോ ഞങ്ങള് ഗവൺമെന്റുമായിട്ട് ചേർന്ന് ഒരു സമരത്തിനും തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അഭിനവ് 21-ാം നൂറ്റാണ്ട് മഹാത്മാഗാന്ധിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത് പിന്നെ ഗവൺമെന്റുമായിട്ട് ചേർന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല പോലും. ഈ ഗവൺമെന്റ് 2024 ഫെബ്രുവരി 8-ന് പാർലമെന്റിൽ ജന്തർ മന്ദറിൽ പോയി സമരം ചെയ്തല്ലോ. കേരളത്തിന്റെ ആവശ്യങ്ങൾ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ന്യായമായ അർഹതപ്പെട്ട അവകാശങ്ങൾ തരുന്നില്ല എന്ന പ്രതിഷേധമുയർത്തിയാണല്ലോ മുഖ്യമന്ത്രിയും പിന്നെ മന്ത്രിമാരും MLA-മാരും MP-മാരും ഇന്ന് എക്സാക്ഷൻ മണ്ഡലത്തിൽ ചെയ്തതുപോലെ തന്നെ 24 ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ സമരം ചെയ്തത്. അതിന് പിന്നാലെ സുപ്രീം കോടതി പോയില്ലേ കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട്?
സുപ്രീം കോടതി അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ട് ഇപ്പോൾ അത് ഭരണഘടനാ ബെഞ്ചിൽ നിൽക്കുകയല്ലേ? ഇപ്പൊ എന്താണ് പ്രശ്നം? ഇന്ന് ഉയർന്ന പ്രശ്നം എന്താണ്? ഇന്ന് സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദമാണല്ലോ, 4ാം പാദം, അവസാന പാദമാണല്ലോ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്ന 3 മാസം. നമ്മുടെ എത്ര രൂപയാണ് തട്ടിപ്പറിച്ചെടുത്തത് ഈ കേന്ദ്ര ഗവൺമെന്റ്? ഇതാണെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞു, ധനമന്ത്രി പറഞ്ഞു, സംസാരിച്ച എല്ലാവരും പറഞ്ഞു. ഇങ്ങനെ പിടിച്ചുപറിപ്പണം കേന്ദ്രം കൊണ്ടുപോകുന്ന ഈ പണം കേരളത്തിന് അവകാശപ്പെട്ടതാണെന്ന്. ആ അവകാശപ്പെട്ട പണത്തിൽ ആണ് ഇപ്പൊ അവസാനം വന്ന് എത്രയാണ് ബാക്കി നിൽക്കുന്നതെന്ന് അറിയുമോ? 5789.69 കോടി രൂപ. അത് നമുക്ക് തരാനുള്ളത് തരാതെ പിടിച്ചെടുത്തോണ്ട് പോയിട്ട് ബാക്കി വരുന്ന എല്ലാം കൂടെയാണ്. ഇതിലെന്താണ് ഏതാണ് പിടിച്ച് പറിച്ചതാണ്? അതോടെ നോക്കണ്ട. നെല്ല് സംഭരണത്തിന് എത്ര അജിംഷാദെ പിടിച്ചു പറിച്ചത് തരാതിരിക്കുന്നത്? ഇപ്പോ നിലവിൽ തരാതിരിക്കുന്നത് 1226.69 കോടി രൂപ. 100% കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് നെല്ല് സംഭരണം. ഇത്രയും പൈസ, ഈ 1226 കോടി രൂപ തരാതിരുന്നിട്ട് ഈ കോൺഗ്രസ്സുകാർ എന്ന് തന്നെ പറയണം, ഈ കോൺഗ്രസ്സുകാർ എന്താ ചെയ്യുന്നത്? നെല്ല് സംഭരണത്തിന് പൈസ കൊടുക്കാത്തത് പിണറായി സർക്കാരാണ്. നാണമുണ്ടോ പറയാൻ ഇവർക്ക്? ഉണ്ടോ? ഈ കേന്ദ്ര സർക്കാരിനോട് ഇത്രയും 18 എംപിമാരുണ്ടല്ലോ, നിങ്ങൾ ഈ 1226 കോടി രൂപ കേരളത്തിന് കൊടുക്കാനുണ്ടായിട്ട് എന്താണ് കൊടുക്കാത്തത്? ഞങ്ങൾ കൃഷിക്കാർ, അവിടെ കർഷകര് അവിടെ ബുദ്ധിമുട്ടുകളാണ്, നിങ്ങളത് കൊടുക്കേണ്ടതല്ലേ എന്ന് പറയാൻ എന്താണ് ഇവർക്ക് നാവ് പൊന്താത്തത്? എന്താണ് ഇവർക്ക്? അവിടെ ഒരു പാർലമെന്ററി പാർട്ടി ഇല്ലേ, ലീഡർ ഇല്ലേ? ഇല്ലേ? പ്രിയങ്ക ഗാന്ധി അല്ലേ ഇവിടുന്നുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഖിലേന്ത്യാ നേതാവ്? ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നു നേരത്തെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. ചെയ്യുന്നില്ലല്ലോ. അത് മാത്രമോ? ഈ SSK സമഗ്ര ശിക്ഷ കേരള, അതിന് എത്രയാണ് കൊടുക്കാനുള്ളത്? 1148 കോടി രൂപ. ഈ 1148 കോടി രൂപയ്ക്ക് പ്രത്യേകത ഉണ്ടായി. എന്താണെന്നറിയാമോ? ഈ SSKയുടെ സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത് 60-40 സ്പ്ലിറ്റപ്പ്. അപ്പൊ 60% കേന്ദ്രം തരും, 40% നമ്മൾ ചെലവാക്കണം. പക്ഷെ കേരളം കേന്ദ്രത്തിന്റെ 60% കൂടെ ചേർത്ത് ചെലവാക്കി. ഓർക്കണം, കേന്ദ്രം തരും എന്ന് പറഞ്ഞ് ഉറപ്പുള്ളത് കൊണ്ട് ആ പൈസയും കൂടെ ചെലവാക്കി. തരുന്നില്ല. അപ്പോഴാണ് ഈ 1248 കോടി രൂപ ഇപ്പൊ മിച്ചം വന്ന് കിടക്കുന്നത്. ചെലവാക്കിയ പണം തരില്ല. ചെലവാക്കാനുള്ള പണമല്ല, ചെലവാക്കിയ പണം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ചെലവാക്കിയ പണം തരില്ല. ഇത് ചോദിക്കണ്ടേ? ഏത് കോൺഗ്രസ് MP ആണ് ചോദിച്ചിട്ടുള്ളത്? ഇത് എന്താണ് ചോദിക്കാത്തത്? എന്താണ് കോൺഗ്രസിന്റെ കേരളത്തിലെ KPCC നിലപാട്? എന്താണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാടെന്നാണ്? സംഘടനാകാര്യ സെക്രട്ടറി ആണല്ലോ പരമോന്നതരിൽ 2ാമനോ 3ാമനോ വാഴ്ത്തപ്പെടുന്ന KC വേണുഗോപാൽ അല്ലേ? എന്താണ് നിലപാട് അദ്ദേഹത്തിന്റെ? അങ്ങനെ നോക്കിയിട്ട് മൊത്തം നോക്കിയാൽ 5783.69 കോടി രൂപ പല ഇനങ്ങളിലായി തരാനുള്ളത് തരാതിരിക്കുകയാണ്. അത് ചോദിക്കാൻ ആരുമില്ല. അപ്പൊ അത് ചോദിക്കണം എന്ന് പറയുമ്പോ സമ്പത്തിന് കൊടുത്ത പൈസ കേരളത്തിനെ മുടിപ്പിച്ച പൈസയാണ്. KV തോമസിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന പൈസ കേരളത്തിനെ മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈസയാണ് എന്നൊക്കെ തൊഴിൽന്യായം പറഞ്ഞ് വിതന്ത്രവാദവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ പേര്. ശ്രീ എം ജയചന്ദ്രൻ, മറ്റൊരു കാര്യം, ഇവിടെ BJP ഉന്നയിച്ചൊരു വാദം, ഈ തരാനുള്ളതെല്ലാം കേന്ദ്രം തരുന്നുണ്ട്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് ഇവിടുത്തെ വികസനങ്ങളിലെല്ലാം നിദാനമായി നിൽക്കുന്നത്, മറിച്ചുള്ളവ എന്തെങ്കിലും തരാതുണ്ടെങ്കിൽ അത് സംസ്ഥാനത്തിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് അവർ തന്നെ ലാപ്സാക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ഓഡിറ്റുകളില്ലാത്തത് കൊണ്ടോ തടയപ്പെടുന്നതാണ് എന്ന BJPയുടെ വാദം ശരിയാണോ? അല്ല, അത് ഇന്നലെ അമിത്ഷാ ഇവിടെ എന്ന് പറഞ്ഞല്ലോ. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതല്ല, ഇന്നലെ അമിത്ഷാ എന്ന് പറഞ്ഞ വാദത്തിന്റെ മറുപടി ഉണ്ടെന്നേ. അത് കഴിഞ്ഞിട്ടില്ല, എന്റെ താഴെയുള്ള രാജീവ് ചന്ദ്രശേഖർ. അമിത്ഷാ പറഞ്ഞത് 14ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ 2017, 18, 2018, 19 എന്നീ വർഷങ്ങളിൽ യഥാക്രമം 16,833 കോടി രൂപ, 19,038 കോടി രൂപ. 15ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ 2020-21 11,560. നോക്കിക്കോണം, കുറയുക. 11,560 കേരളത്തിന് തന്നതാ കേട്ടോ. 2021, 22, 2022, 23 എന്നീ വർഷങ്ങളിൽ 17,890 കോടി രൂപയും 18,961 കോടി രൂപയാണ് ലഭിച്ചത്. അതായത് മുൻ ധനകാര്യ കമ്മീഷന്റെ കാലയളവിനേക്കാൾ നികുതി വിഹിതം കുറയുകയാണ് കേരളത്തിനുണ്ടായത്. ഇത് ഒരു കാലവും സംഭവിച്ചിട്ടില്ലാത്ത കുറവ് വരുത്തലാണ് എന്നുള്ളത് രേഖയാണ് പറയുന്നത്. അല്ലാതെ വെറുതെ വാല ഒഴിക്കാൻ വേണ്ടി പോക്കറ്റിൽ കണക്കെടുത്ത് അവതരിപ്പിക്കുകയില്ല, രേഖ വെച്ചാണ് ഞാൻ പറയുന്നത്.
ധനകാര്യ കമ്മീഷന്റെ കണക്ക് വെച്ച് തന്നെയാണ് പറയുന്നത്. താങ്കൾക്കും നോക്കാം നന്ദു, ധനകാര്യ കമ്മീഷന്റെ കണക്ക് ഇങ്ങനെയാണോ എന്നുള്ളത്. മുൻ സർക്കാരിന് മൻമോഹൻ സിംഗിന്റെ കാലത്ത് തന്നത് എത്രയാണ്, നിങ്ങളുടെ കാലത്ത് തന്നത് എത്രയാണെന്നുള്ളതിന്റെ കണക്കാണ് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ എവിടെയാണ് നിങ്ങൾ കൂടുതൽ കൊടുക്കുന്നത്, ആർക്കാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്? കൊടുത്തിട്ടുണ്ട്, അതിന്റെ കണക്ക് വേറെയുണ്ട്. ധനകാര്യ കമ്മീഷൻ തന്നെ കണക്കിലുണ്ടത്. ഗുജറാത്തിൽ കൊടുത്ത കൂടുതൽ കൊടുത്തിട്ടുണ്ട്, ജാർഖണ്ഡിന് കൂടുതൽ കൊടുത്തിട്ടുണ്ട്, അസമിന് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ വന്നിട്ടില്ല കേട്ടോ. അതിന്റെ കണക്കാണ് ഞാൻ വായിച്ചത്. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് പിന്നെ കേന്ദ്രം മുൻ സർക്കാരുകളെക്കാളും കൂടുതൽ ഇവിടെ തന്നിട്ടുണ്ടെന്ന്. ഒന്നും തന്നിട്ടില്ല. എന്ന് മാത്രമല്ല, കേരളത്തിനെ ഈ കഴുത്ത് പിടിച്ച് ഞെരിക്കാനാണല്ലോ ശ്രമിക്കുന്നത്. അങ്ങനെയാണല്ലോ ഈ സാമ്പത്തിക വർഷത്തിന്റെ ഒരു സാമ്പത്തിക വർഷത്തിന് 4ാം പാദത്തിൽ 3 മാസം ജനുവരി, ഫെബ്രുവരി, മാർച്ച് നമ്മുടെ ബിസിനസ്സുകളെല്ലാം പിന്നെ തീർക്കേണ്ട സമയമാണ്. അടുത്ത സാമ്പത്തിക വർഷം ആകുമ്പോഴേക്ക് ക്ലീൻ സ്ലൈറ്റിൽ ഒന്നാം തുടങ്ങുന്നതാണല്ലോ ഏപ്രിൽ 1 മുതൽ പുതിയ കണക്ക്. ആ കാലയളവിലാണ് ഈ വലിയ പിടുത്തം വരുത്തുന്നത്. ഇതെന്തിനാണ്? ഞാൻ ഇലക്ഷന്റെ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷെ ലക്ഷ്യം ഉന്നം എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ചൂണ്ടിക്കാണിക്കാനായിട്ട് തീർച്ചയായും ശ്രീ എസ് നന്ദു, ഇവിടെ പ്രധാനമായും ചൂണ്ടിക്കാട്ടപ്പെട്ട സംഭവം, നമുക്ക് തൗഫീഖ് രാജനും കോൺഗ്രസിനും എതിരായ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ റോളിലേക്ക് എത്തുമ്പോൾ പറയാം. ഞാൻ എസ് നന്ദുവിലേക്ക്, BJP നേതാവിലേക്ക് പോവാണ്. BJP പ്രതിനിധി പറയേണ്ട കാര്യം ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ 30,017 കോടി രൂപ ഗ്രാൻഡ് 2020-21 അത് 7,847 കോടിയായി ചുരുങ്ങുന്നു, വെട്ടിക്കുറയ്ക്കുന്നു. ഇങ്ങനെ ഓരോ നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ പുതിയ ധനകാര്യ കമ്മീഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നികുതികൾ കേരളത്തിന് വെട്ടിക്കുറയ്ക്കുന്നത്, കേരളത്തിൻ്റെ വിഹിതം എങ്ങനെയാണ് കുറയുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ജനസംഖ്യയിൽ വരുത്തിയ മാറ്റമാണ്. അത് കേരളം ചെയ്ത ഒരു എഫർട്ടും നന്മയുമല്ലേ? അതിൻ്റെ പേരിൽ കേരളത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് ശരിയാണോ? ഇതാണ് രാഷ്ട്രീയമായി ഉയരുന്ന ഒരു ചോദ്യം. ഇനി രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന വിഹിതം നൽകിക്കൊള്ളൂ, അത് നല്ലത് തന്നെ. പക്ഷേ അതിന് ആനുപാതികമായി തന്നെ കേരളത്തിനും അർഹമായ തുക നൽകേണ്ടേ എന്ന രാഷ്ട്രീയ ചോദ്യം 2. അതിനുത്തരം പറയാം എസ് നന്ദു. അല്ല, താങ്കൾ തന്നെ താങ്കളുടെ ചോദ്യത്തിൽ ഒരു ചോദ്യത്തിൽ തന്നെ കുറച്ച് ആൻസറുകളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ജനസംഖ്യാടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് ജനസംഖ്യ കൂടിയിട്ടുള്ള സംസ്ഥാനത്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. അത് കിട്ടുന്നുണ്ടാവും. അതിപ്പോ നിയമം പാലിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു കാര്യം താങ്കൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു ഉത്തരം പറയുമ്പോൾ ഞാൻ ആരുടെ സമയത്ത് ഇടപെട്ടില്ല, ഞാൻ ആരെയും ഞാൻ വളരെ കൃത്യമായി പറയുന്നു. ഞാൻ പറഞ്ഞത് താങ്കൾ തന്നെ താങ്കൾ, അതുകൊണ്ടാണ് ഞാൻ താങ്കൾ പറഞ്ഞതെന്ന് പറഞ്ഞ് തുടങ്ങിയത്. അതായത് അപ്പോൾ സ്വാഭാവികമായിട്ട് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. സ്വാഭാവികമായിട്ടും ഒത്തിരി വലിയൊരു സംസ്ഥാനത്തിന് കൊടുക്കുന്ന തുകയുടെ ആനുപാതികമായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. പക്ഷേ ആ തുകയുടെ നമ്പറുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, ശ്രീ M. ജയചന്ദ്രൻ സാർ, അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് 1-2 കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഒന്ന്, അദ്ദേഹം കേന്ദ്രം പണം തട്ടിപ്പറിച്ചു കൊണ്ടുപോയി എന്നുള്ള നിലയിലൊരു കാര്യം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് കടമെടുപ്പ് പരിധിയിൽ നിന്നാണ് താങ്കൾ പറഞ്ഞ ആ എമൗണ്ട്, കടമെടുപ്പ് പരിധിയിൽ നിന്ന് അവസാന പാദത്തിൽ വരേണ്ട എമൗണ്ടിൽ ഒരു പിടുത്തം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. അതെന്തുകൊണ്ട് വന്നു എന്ന് താങ്കൾ വിശദീകരിച്ചില്ല. താങ്കൾ അതിനെ പണം തട്ടിപ്പറിച്ചു കൊണ്ടുപോയി എന്ന ഒറ്റ വാക്കിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പോലെ അത് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനം ഇന്ന് നിൽക്കുന്ന ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ട്. നമ്മുടെ സംസ്ഥാനം ഇന്ന് നിൽക്കുന്നത് 2016 1.4 ലക്ഷം കോടി രൂപയിൽ നിന്ന് ഇന്ന് ഏതാണ്ട് 4.44 ലക്ഷം, 10 വർഷം കൊണ്ട് ഏതാണ്ട് 3.5 ലക്ഷം കോടി രൂപയുടെ അധിക ബാധ്യതയിലേക്ക് ഈ സംസ്ഥാനം പോകുന്നു. അതായത് 1 രൂപ നികുതിയായി നമുക്ക് കിട്ടുമ്പോൾ 1 രൂപ 25 പൈസ നമുക്ക് കടം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ ഒരു കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് അവരുടെ സിറ്റുവേഷൻ എന്താണ്, ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ, അത് ഇവിടെ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുണ്ട്. അത് നിങ്ങളെല്ലാം ബോധപൂർവം മറക്കുകയാണ്, ബോധപൂർവം പൂഴ്ത്തുകയാണ്. ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചോട്ടെ, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, താങ്കളുടെ ചോദ്യത്തിൽ തന്നെ ഇത്തരമുണ്ട്. ഇങ്ങനെ കടമെടുപ്പ് താങ്കൾ പറയുന്നത് തന്നെ ശരിവെച്ചാൽ വാദത്തിന് വേണ്ടി ഇങ്ങനെ കടമെടുക്കേണ്ടി വരുന്ന ഒരു സംസ്ഥാനത്തിനാണ് ജനസംഖ്യയുടെ പേരിൽ നിങ്ങൾ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു അല്ലേ? കിഫ്ബി അടക്കം പെൻഷൻ കമ്പനി അടക്കം എടുക്കുന്ന ഈ ബജറ്റേതരമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉപയോഗിക്കുന്ന പണത്തെ പോലും കടപരിധിയിൽ ഉൾപ്പെടുത്തിയതാണ് അതിന്റെ ഗുട്ടൻസ്. ഇതൊക്കെ നമുക്കറിയാം. ചേട്ടൻ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ അജിംഷാദ് ചേട്ടൻ
രാവിലെ ബാങ്കിൽ പോയി ഒരു ലോൺ എടുത്തു, അത് കടം, താങ്കൾ സമ്പത്തേട്ടൻ്റെ ഒരു 25,000 രൂപ കടമായി വാങ്ങിയിട്ടുണ്ട് കൈവായ്പയായിട്ട്, അത് കടമല്ല എന്ന് പറയുന്നതിന്റെ സാങ്കേതികത്വം എനിക്ക് മനസ്സിലായില്ല. കിഫ്ബി അങ്ങനെ ഒരു സംവിധാനമാണ്. കിഫ്ബിക്കകത്ത് വരുന്ന പണവും തിരിച്ചു കൊടുക്കേണ്ടത് എവിടെ നിന്നാണ്? ഒരു പാർട്ടിയുടെയോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അബ്ജിം ഷാദേട്ടാ, ഒരു സാമാന്യ യുക്തിക്കുള്ള കാര്യം നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ. അതായത് ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണല്ലോ കിഫ്ബിയും ഈ പണം വാങ്ങിയിരിക്കുന്നത്, സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണല്ലോ, വേറെ പ്രത്യേകിച്ച് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, സംസ്ഥാനത്തിനുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനത്തിന് ടാക്സിൽ നിന്നാണ് ഈ പറയുന്ന എല്ലാ തുകയും തിരിച്ചടക്കേണ്ടത്. ആ തിരിച്ചടക്കേണ്ട തുക ഈ സംസ്ഥാനത്തിന്റെ കടബാധ്യതയായിട്ട് കൂട്ടാതെ എങ്ങനെയാണ് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? ശരി, അതിന് ഉത്തരവുണ്ട്. ഞാൻ അതിലേക്ക് പോവാം. ബജറ്റേതരമായി അടിസ്ഥാന സൗകര്യ വികസനത്തിന് അതിൽ തന്നെ ലാഭം ജനറേറ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പ്രത്യേക ബോർഡ് സംവിധാനമാണ്. അതിനെ ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നിട്ടും ഉൾപ്പെടുത്തി. ശരി ശരി, അല്ല നന്ദു പറയുന്നത് ആസ് ഇറ്റ് ഈസ് ഞാൻ നന്ദു പറയുന്നത് ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും ഇങ്ങനെ സംസ്ഥാനത്തിന് കടമെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട ആനുകൂല്യത്തെ ജനസംഖ്യയുടെ പേരിൽ വെട്ടിക്കുറയ്ക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. എൻ്റെ ചേട്ടാ, ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനൊരു കേരളീയനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളീയൻ എന്നുള്ള നിലയിൽ എൻ്റെ സംസ്ഥാനത്തിന് കൂടുതൽ വിഹിതം കിട്ടണം, എൻ്റെ സംസ്ഥാനത്ത് കൂടുതൽ കാര്യങ്ങൾ നടക്കണം, എൻ്റെ സംസ്ഥാനം കൂടുതൽ വികസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കെടുകാര്യസ്ഥതയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ എതിർക്കുകയും അതെല്ലാം കേരളത്തിനെതിരാണ് എന്ന് പറയുകയും ചെയ്യുന്ന നയം അല്ലെങ്കിൽ ശൈലി, ആ ശൈലി തെറ്റാണ്. താങ്കൾ പറയൂ, ഞാൻ പറഞ്ഞോട്ടെ. നേരത്തെ ഞാൻ താങ്കൾക്ക് ഒരു നബാർഡിന്റെ ഒരു ചെറിയ പോയിന്റ് 1600 കോടി രൂപ ചെറിയ പോയിന്റ്, എന്റെ കണക്കുകൾ പ്രകാരം, എനിക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകൾ പ്രകാരം പ്രതിവർഷം ഏതാണ്ട് 10,000 കോടി രൂപയ്ക്കടുത്ത് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ നഷ്ടം, ലാപ്സ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുന്നതാണ് എൻ്റെ കണക്ക്, സബ്ജക്ട് ടു കറക്ഷൻ. അത് ചിലപ്പോൾ ഞാൻ എൻ്റെ മാത്രം കണക്കാവാം, അല്ല ഞാൻ അതാ പറഞ്ഞത്, സബ്ജക്ട് ടു കറക്ഷൻ. എന്തായാലും ഈ 1100 കോടി രൂപ എന്ന് ഞാൻ പറഞ്ഞതിൽ എന്തായാലും മാറ്റമില്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് ഡേറ്റും ടൈമും ഒക്കെ വെച്ച് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് വളരെ സിമ്പിൾ കാര്യമാണ്. 92% ഒരു സംസ്ഥാനത്ത് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് അവരുടെ ഇൻകം ഉപയോഗിക്കുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ അതാണ്. ഏതാണ്ട് 90% നമ്മുടെ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത് പെൻഷൻ, അതുപോലെ മറ്റു കാര്യങ്ങൾ, അതുപോലെ സാലറി, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആകെ 8% നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനം എന്നുള്ള നിലയിൽ നമ്മുടെ കയ്യിലുള്ളത്. അതിൽ നിന്ന് തന്നെ നമ്മൾ വലിയ തുക കടം വീട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഞാൻ താങ്കളോട് ചോദിച്ചതുപോലെ, ഈ പറയുന്ന അദ്ദേഹം തട്ടിപ്പറിച്ചു എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അദ്ദേഹം കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ജനിച്ചു വീഴുന്ന ഒരു നാളെ ഒരു ടാക്സ് പേ ചെയ്യുമ്പോൾ, നേരത്തെ സമ്പത്ത് സാറ് പറഞ്ഞതുപോലെ, ഞാൻ പേന വാങ്ങിക്കുമ്പോഴും ഷർട്ട് വാങ്ങിക്കുമ്പോഴും മുണ്ട് വാങ്ങിക്കുമ്പോഴും ഞാൻ കൊടുക്കുന്ന പണം, ആ പണം എൻ്റെ സർക്കാരിന് എൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അതെല്ലാം കടം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കടത്തിന് തിരിച്ച് റീപേയ്മെൻ്റ് ആയി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നതിന് സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്ര സർക്കാർ എന്നുള്ള നിലയിൽ അത് ചൂണ്ടിക്കാണിക്കും, അതിന് കൃത്യമായിട്ടുള്ള നിലപാടെടുക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, അൺകണ്ടീഷണലായി അതൊരു സംസ്ഥാനത്തിനോട് മാത്രമല്ല, അത് മുഴുവൻ അതാണ് നിങ്ങളുടെ വേർഷനിൽ സംസ്ഥാനം കടമാണ്, കടത്തിൽ മേൽ കടമാണ്, കടം വീട്ടാനാണ് അവരുടെ ചെലവുകളുടെ കൂടുതലും വരുമാനത്തിന്റെ സിംഹഭാഗവും ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യം ജനസംഖ്യയുടെ പേരിൽ നിങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് എന്തിനാണ്? കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു ഫണ്ട് തന്നു. ഈ ഫണ്ട് തരുന്നത് കേന്ദ്ര സർക്കാരിന്റെ വീട്ടിൽ നിന്നല്ല, ഈ ഫണ്ട് തരുന്നത് രാജ്യത്തെ ഞാൻ സംസ്ഥാനം എന്നുള്ള നിലയിലല്ല കൺസെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ രാജ്യത്തിന്റെ നികുതി വിഹിതത്തിൽ നിന്നാണ് ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ പദ്ധതികൾക്ക് നിർവഹണത്തിന് വേണ്ടി തരുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്, ആ പദ്ധതി നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു പണം അനുവദിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതി നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ, അത് കൃത്യമായി ആ പദ്ധതിയിൽ തന്നെയാണോ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്, ആ ഉപയോഗിക്കപ്പെട്ടതിൻ്റെ ഓഡിറ്റ് അടക്കം, അത് CAG റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അടുത്ത ഫണ്ടിലേക്ക് പോകുന്നതാണ് ഞാൻ എൻ്റെ എളിയ പരിമിതമായ അറിവ് കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം പദ്ധതികൾ അവതരിപ്പിക്കപ്പെടുമ്പോഴും നൽകുമ്പോഴും അത് കൃത്യമായി ഉപയോഗിക്കാനോ അത് കൃത്യമായിട്ട് അതിനെ മോണിറ്റർ ചെയ്യാനോ ഒരു സർക്കാർ സംവിധാനത്തിന് സാധിക്കുന്നില്ല. അത്
നമ്മുടെ ഒന്നാമത്തെ വീഴ്ച. രണ്ടാമത്തെ വീഴ്ച നമ്മുടെ മണി മാനേജ്മെന്റ്. നമ്മൾ ഈ അടുത്ത് ഒരു ഇലക്ഷൻ സമയത്ത് തന്നെ നമ്മൾ പല കാര്യങ്ങളും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യപ്പ സംഗമം തൊട്ട് ഇങ്ങോട്ടേക്കുള്ള പല കാര്യങ്ങളും നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റായി ഉപയോഗിക്കേണ്ട തുകയുടെ എത്രയോ ഇരട്ടി പണം അനാമത്തായി നമ്മുടെ സംസ്ഥാനത്ത് ചെലവാക്കപ്പെടുന്നു. അതിന് കൃത്യമായിട്ടൊരു മോണിറ്ററിംഗ് നമ്മുടെ കയ്യിലുണ്ടോ? ആ കൃത്യമായ മോണിറ്ററിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇത് നമ്മുടെ ചോദ്യം. ഇനി നമ്മുടെ സംസ്ഥാനം എന്നും കടം വാങ്ങുന്ന സംസ്ഥാനമായി മാറണോ? അതല്ല വേണ്ടത്. നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായ ഒരു മണി മാനേജ്മെന്റിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ കടരഹിത നമ്മൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ഞാനും താങ്കളും സമ്പത്തേട്ടനും അതുപോലെ തൗഫീഖും ശ്രീ ജയചന്ദ്രൻ സാറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്നത് നമുക്ക് കടം തരേണ്ട പൈസയിൽ നിന്ന് 5000 കോടി രൂപ തന്നില്ല, അതിനെതിരായി നമ്മൾ കേന്ദ്ര സർക്കാരിനോട് സമരം ചെയ്യുക എന്നുള്ള നിലപാടിനപ്പുറത്ത് നമ്മുടെ സംസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മൾ മുന്നോട്ടേക്ക് വരാൻ നമുക്കൊരു മണി വി മുരളീധരൻ പണ്ട് ഈ എന്താണ് പെട്രോളിന്റെ വില കൂടുന്നതിന് അത് കൂടുന്നതല്ല കൂടുമ്പോൾ കുറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞതുപോലെയാണ്. കാരണം ഒരൊറ്റ കാര്യമേ ഉള്ളൂ, താങ്കൾ പറഞ്ഞതിലെ ഫാക്ച്വൽ എറർ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ഒരൊറ്റ കാര്യമേ പറയേണ്ടതുള്ളൂ. അല്ല, ഒരൊറ്റ കാര്യമേ പറയുള്ളൂ. ധന മാനേജ്മെന്റിൽ റിസർവ് ബാങ്കിന്റെയും ഒപ്പം CANDAGയുടെയും കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെയും റിസർവ് ബാങ്കിന്റെയും പ്രശംസ ലഭിച്ച സംസ്ഥാനമാണ് കേരളം. എന്തിലാണ്? ധന മാനേജ്മെന്റ്. ഇത് മാത്രമാണ് എന്റെ ഉത്തരം. എനിക്ക് ഒറ്റ കാര്യം അജിൻഷാദ് ഏട്ടാ, ഒരു കള്ളം നമുക്ക് 10 പ്രാവശ്യം പറയാം. കള്ളം എന്നായാലും നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ്. എന്നായാലും ഈ കള്ളമൊക്കെ ഞാൻ പറഞ്ഞോട്ടേട്ടാ, നമ്മുടെ സംസ്ഥാനത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ധന മാനേജ്മെന്റ് പക്കയാണ്, 100% ശരിയാണ് എന്ന് താങ്കൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാമോ? ഞാനല്ല പറയേണ്ടത്, അത് പറയേണ്ടവർ പറഞ്ഞു. അത് പറയേണ്ടവർ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. താങ്കൾ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കൂ, എന്റെ രാജ്യത്തിന്റെ റിസർവ് ബാങ്കും എന്റെ രാജ്യത്തിന്റെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും അല്ലെങ്കിൽ CANDAGയുടെ റിപ്പോർട്ടും ധന മാനേജ്മെന്റ് അതാണ് ഞാൻ പറയുന്നത്. അല്ലല്ല, ഞാൻ ചോദിച്ചത് അജിംഷാദ് ഏട്ടാ, ഞാൻ തർക്കത്തിനൊന്നുമില്ല. നെഞ്ചിൽ കൈവച്ച് അജിംഷാദ് ഏട്ടന് പറയാമോ നമ്മുടെ സംസ്ഥാനത്ത് ഒരു നയാ പൈസ പോലും ചോർന്നു പോകാതെ കൃത്യമായ ഒരു ധന മാനേജ്മെന്റ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ എന്ന് നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാമോ? തീർച്ചയായും നെഞ്ചിൽ കൈവച്ച് പറയാം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുന്നത് റിസർവ് ബാങ്കിന്റെയും CANDAGയുടെയും പ്രശംസ ധന മാനേജ്മെന്റിൽ ഈ സംസ്ഥാനത്തിൽ ലഭിച്ചതുകൊണ്ട് ഓരോ പൗരനും ധൈര്യമായി നെഞ്ചത്ത് കൈവച്ച് പറയാം. പക്ഷെ നന്ദുവിന് പറയാനാകാത്തത് നന്ദു ഈ മാരാർജി ഭവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. കാര്യം പറയാനുള്ളത് പറഞ്ഞു, മറുപടി ഉള്ളതും തൗഫീഖ് രാജൻ. ഇവിടെ പ്രധാന വിഷയം BJP മോദി സർക്കാർ നടത്തുന്ന ഈ കഴുത്തുഞെരിക്കലാണ്. ഇവിടെ UDFന്റെ MPമാരടക്കം കാണിക്കുന്ന നിരാസത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ട്. ഈ ഘട്ടത്തിലെങ്കിലും കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് നിങ്ങൾക്ക് ഒന്നിച്ചു നിന്നുകൂടെ? ഇതാണ് ചോദ്യം ചുരുക്കി. അതെ, ഇവിടെ ബാക്കിയുള്ളവർക്കെല്ലാം സമയം അനുവദിച്ചിട്ട് എനിക്ക് 3 സമയവും ഞാൻ തർക്കിച്ച് 2 സമയം ഒഴിച്ചിട്ട് ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാറിന് 8 മിനിറ്റും ഒക്കെ അങ്ങ് അനുവദിച്ചു. എനിക്ക് പറയാനുള്ളത് അങ്ങ് പൂർത്തിയാക്കാൻ അനുവദിക്കണം. ഞാൻ വേഗം പറയാം. അതായത് ഇവിടെ കൺസ്യൂമർ സ്റ്റേറ്റ് ആണല്ലോ കേരളം. ഈ കേരളം സംസ്ഥാന സർക്കാരിന്റെ ക്ലെയിമുകൾ, ആ സംസ്ഥാന സർക്കാരിന്റെ ക്ലെയിമുകൾ പലതും വിശ്വാസ്യതാ പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഗുരുതരമായിട്ടുള്ള ആശങ്കകൾ ഞങ്ങൾക്ക് ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങ് പറഞ്ഞു ഈ കേന്ദ്ര സർക്കാർ പലതരത്തിൽ വെട്ടിക്കുറയ്ക്കുകയും തരംതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശരി, ഞാൻ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാർ അടക്കം സൂചിപ്പിച്ചു 18 എംപിമാരെ എന്തിനാണ് അവിടെ ചെന്നിരിക്കുന്നത്. അതിനും കൂടിയുള്ള ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. അതായത് കേരളത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം സമീപകാലത്ത് ഉണ്ടായത് മുണ്ടക്കൈ ചൂഴൽ മലദുരന്തമാണ്. ഇപ്പൊ കേരള നിയമസഭ അടക്കം പ്രതിപക്ഷവും ഭരണപക്ഷവും അടക്കം ഒറ്റക്കെട്ടായി പ്രമേയം അടക്കം അതുമായി ബന്ധപ്പെട്ട് പാസ്സാക്കിയിട്ടുണ്ട് ഫണ്ടുമായി ബന്ധപ്പെട്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമായ ഈ മുണ്ടക്കൈ ചൂഴൽ മല ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്താണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയുടെ നിലപാട് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അത് എന്തുകൊണ്ടാണ് ആ താല്പര്യം എന്ന് കൊടുത്താൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള ശമ്പളവും ആനുകൂല്യവും എന്തിനാണ് കൊടുത്തത് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ശ്രീ ജയചന്ദ്രൻ സാർ. അത് AKG സെന്ററിൽ നിന്നല്ല അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് കേരള സംസ്ഥാനത്തിന്റെ പൊതു ഖജനാവിൽ നിന്നായതുകൊണ്ടാണ്.
ഇങ്ങനെ എന്തൊരു അപഹാസ്യമായ രാഷ്ട്രീയമാണ് താങ്കൾ മുമ്പോട്ട് വെക്കുന്നത്? ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ദുഃഖം കാണാതെ ഈ പ്രധാനമന്ത്രി ഇവിടെ വന്ന് കുട്ടിയെ എടുത്ത് ഫോട്ടോഷോപ്പ് നടത്തി, ഷൂട്ട് നടത്തി. നിങ്ങൾക്കൊരു വാക്കില്ല. നിങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചതാണ്, ഒരു പ്രതിനിധിയെ ഏൽപ്പിച്ച കാര്യമാണ്. ഇതെന്തൊരു ഗതികെട്ട രാഷ്ട്രീയത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് തൗഫീഖ് രാജൻ? എന്തൊരു ഗതികെട്ട രാഷ്ട്രീയത്തിലേക്കാണ്? നിങ്ങൾക്ക് ഈ പ്രധാനമന്ത്രിയും BJP സർക്കാരും ഈ പാവങ്ങളെ അവഗണിച്ച കാര്യത്തിൽ ഒരു വാക്ക് നിങ്ങൾക്കില്ലേ? ഇല്ലേ തൗഫീഖ്? കോൺഗ്രസ് എംപിമാർ പ്രിയങ്ക ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സംസാരിച്ച ആളാണ്. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിച്ചിട്ടുള്ള ആളാണ്. ഹൈബി ഈഡൻ പാർലമെന്റിൽ സംസാരിച്ചിട്ടുള്ള. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ MP ഫണ്ടിൽ നിന്ന് 1 രൂപ ഈ ദുരന്ത ബാധിതർക്ക് കൊടുത്തിട്ടുണ്ടോ തൗഫീഖ്? ഈ വയനാടൻ MP പ്രിയങ്ക ഗാന്ധിയുടെ MP ഫണ്ടിൽ നിന്ന് 1 രൂപ ഈ ദുരന്ത ബാധിതർക്ക് കൊടുത്തിട്ടുണ്ടോ തൗഫീഖ്? ഒരു കാര്യം ആഗ്രഹിക്കുന്നു. 18 എംപിമാർക്ക് അപ്പുറത്തേക്ക് 19ാമത് MP ഉണ്ട്, ആലത്തൂർ MP. ആ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുൻ ദേവസ്വം മന്ത്രി, അദ്ദേഹം എഴുന്നേറ്റിന്ന് ഈ ധനമന്ത്രി കേരളത്തിൽ പറഞ്ഞ കണക്ക് ധനകാര്യ വകുപ്പ് സഹമന്ത്രി പാർലമെന്റിൽ എഴുന്നേറ്റിന്ന് പറഞ്ഞു, കേരളം പറഞ്ഞ കണക്കുകളെല്ലാം തെറ്റ്. ശരി, നിങ്ങൾ പറഞ്ഞു കേരളത്തിലെ 18 എംപിമാരും മിണ്ടില്ല. 19 എംപിമാർ കേരളത്തിൽ ഒരു MP ഉണ്ടല്ലോ ഈ CPM-ന്. ആരാണ് MP? രാധാകൃഷ്ണൻ. അദ്ദേഹം എന്ത് ശബ്ദമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്? അദ്ദേഹം എന്ത് 18 എംപിമാർ ചെയ്ത കാര്യം പറയൂ. പ്രിയങ്ക ഗാന്ധിയുടെ MP ഫണ്ടിൽ നിന്ന് എത്ര വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൊടുത്തു? പറയൂ തൗഫീഖിന് പറയാനുണ്ടോ? എന്ത് ചോദ്യമാണ് ഉണ്ടായിരുന്നത്? ശരി. കേരളത്തിനെതിരെയാണ് ഇപ്പോഴും കോൺഗ്രസ് ആഞ്ഞടിക്കുന്നത്. അത് ബിജെപിക്കും മോദി സർക്കാരിന്റെ ചെയ്തികൾക്കുമാണ് ശക്തി ഊർജം പകരുന്നത് എന്ന് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. എനിക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യുന്ന സമയങ്ങളിലേക്ക് പോകുന്നുണ്ട്. ശ്രീ സമ്പത്ത് MP, താങ്കൾക്ക് മറുപടി പറയാം. താങ്കൾ ഇതെല്ലാം കേട്ടല്ലോ. താങ്കൾ മറുപടി പറയട്ടെ. താങ്കളുടെ പോയിന്റ്സ് എല്ലാം താങ്കൾ പ്രസന്റ് ചെയ്തു. മറുപടി പറയട്ടെ ചുരുക്കി ശ്രീ സമ്പത്ത്. അല്ല, ഈ ആരെങ്കിലും ഹൂ കേഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരോട് തർക്കിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന് 3-4 പ്രത്യേക പ്രതിനിധികളെ അവർ ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിട്ടുള്ളത് ഈ യൂണിയൻ മന്ത്രിമാരുമായും ഓഫീസുമായും ബന്ധപ്പെടുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആരാണ് വന്നത് എന്താണ് എന്നുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അവിടെ ഏതെങ്കിലും പാർട്ടി നേതാവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് അത് ഭരിക്കുന്ന പാർട്ടിയുടേതായാലും അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഈ വേളയിൽ അത് പഠിപ്പിക്കാനായിട്ട് ഞാൻ വിനിയോഗിക്കുന്നില്ല. നമ്മൾ ഈ കടവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കിട്ടേണ്ടതായിട്ടുള്ള വിഹിതത്തെ സംബന്ധിച്ചുമെല്ലാം ചർച്ച നടത്തുമ്പോൾ ഒരു കാര്യത്തിൻ്റേത് നന്ദു പറഞ്ഞ ഒരു കാര്യത്തിൽ, നന്ദു, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മൊത്തം കടബാധ്യത ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏതാണ്ട് മൊത്തം കടബാധ്യത എത്രയാണ്? ഒന്ന് ഏകദേശ കണക്ക് നന്ദു ഒന്ന് നോക്കിയേക്കും. ഇതിനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലത്തെ കടബാധ്യതയുടെ കണക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് പുറത്തുവിട്ടിട്ടുള്ളതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 200 ലക്ഷം കോടി രൂപയാണ്. 200 ലക്ഷം കോടി രൂപ എന്ന് പറയുമ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ബഡ്ജറ്റ് പോലും 50 ലക്ഷം കോടി രൂപ വരുന്നില്ല എന്ന കാര്യം ഓർക്കണം. 2015 ആണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് എന്നുള്ളത് ഏതാണ്ട് 15 ലക്ഷം 16 ലക്ഷം കോടി രൂപയായിരുന്നത്. അത് പതുക്കെ 18-20 ലക്ഷം കോടി രൂപ, ഇപ്പോൾ 50 ലക്ഷം കോടി രൂപ പോലും ആയിട്ടില്ല. ഇന്ത്യ ഗവൺമെൻറ് അടക്കം വിവിധ കാര്യങ്ങൾക്ക് കടമെടുക്കുന്നുണ്ട്. ആ കടമെടുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണഘടനയിൽ അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ആർട്ടിക്കിൾ 292 അനുസരിച്ചാണ്. അങ്ങനെയാണ് എങ്കിൽ ഒരു സംസ്ഥാനത്തിന് നൽകിയിട്ടുള്ള അധികാരം ആർട്ടിക്കിൾ 293 ആണ്. ഞാനത് വായിക്കാം. ബോറോയിങ് ബൈ സ്റ്റേറ്റ്സ് സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആർട്ടിക്കിൾ, ഏത് 292, ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് എ സ്റ്റേറ്റ് എക്സ്റ്റെൻഡ്സ് ടു ബോറോയിങ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ upon the security of the consolidated fund of the state within such limits, if any, as may from time to time be fixed by the legislature of such a state, Kerala Kerala, by law, and to the giving of guarantees within such limits, if any, as may be so fixed. അപ്പോൾ ഒന്ന്, നികുതി വിഹിതം നൽകുന്നില്ല. 2,
നൽകേണ്ട പണം സമയത്ത് നൽകുന്നില്ല. 3, പലപ്പോഴും ഈ കാര്യം കൃത്യമായി അത് വിനിയോഗിക്കുന്നതിനുള്ള സാവകാശം നൽകാതെ, നമ്മൾ ഈ അവിടെ പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിൽ പോലും നൽകിയ പണത്തിൻ്റേത് ആഴ്ചകൾക്കുള്ളിൽ വിനിയോഗിച്ച് അതിൻ്റേതായ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. ഒരാളൊരു വീട് വയ്ക്കണമെങ്കിൽ, ഒരു കുടുംബം വീട് വയ്ക്കണമെങ്കിൽ കുറഞ്ഞത് മിക്കവാറും 1 വർഷത്തോളം എടുക്കും. അങ്ങനെയാണല്ലോ. അത് ഒരു വർഷം എടുത്തായിരിക്കും ഒരു സാധാരണ ഒരു മനുഷ്യന് ഇടത്തരക്കാർ വീട് വെച്ച് തീർക്കുക എന്ന് പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ് നൽകിയതായ ശാസനം എന്തായിരുന്നു ഇക്കാര്യത്തിൽ? ഇവിടെ ഇനി അതല്ല, കടമെടുക്കുകയാണ്, വികസന പ്രവർത്തനങ്ങൾക്കാണ് കടമെടുക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എത്രായിരം കോടി രൂപയുടെ കടമെടുത്തിട്ടുണ്ട്. ബഡ്ജറ്റിലാണോ ഇത്? അല്ലല്ലോ. അല്ല, ഇന്ത്യ ഗവൺമെൻറ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളതല്ല എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള വിവിധ ഏജൻസികൾ, വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കടമെടുത്തിട്ടുണ്ട്. അതിനൊന്നും ബാധകമല്ല. അപ്പോൾ ഒരു കൂട്ടരിട്ടാൽ അത് ട്രൗസറാണ്, മറ്റൊരു കൂട്ടരിട്ടാൽ അത് വള്ളി നിക്കറാണ് എന്ന് പറയാൻ പറ്റുമോ? അതാണ് അതിൻ്റെ ചോദ്യം. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. തീർച്ചയായും ഇവിടെ ശ്രീ എം ജയചന്ദ്രനിലേക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം അനുവദിക്കുന്നില്ല. ഈ ക്രൂഡ് ഓയിൽ വില ഇത്രയും കുറഞ്ഞിട്ട് 107 രൂപ ഈ നാട്ടിലെ ജനങ്ങളുടെ കയ്യിൽ നിന്നും പെട്രോളിനും അടക്കം വാങ്ങുന്ന കേന്ദ്ര സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെ ഒരു ചോദ്യവുമില്ല. റെയിൽപാതകൾ, ശബരിപാത അടക്കം ഉള്ള റെയിൽപാതകളുടെ കാര്യത്തിലുള്ള അവഗണനയുടെ കാര്യത്തിൽ, കേരളത്തോടുള്ള അവഗണനയുടെ കാര്യത്തിൽ കോൺഗ്രസിനൊരു ചോദ്യവുമില്ല. ഒപ്പം ഈ അർഹതപ്പെട്ട പണം പോലും വെട്ടിമാറ്റുന്നതിനെക്കുറിച്ചും കോൺഗ്രസിന് BJP സർക്കാരിനോട്, മോദി സർക്കാരിനോട് പരിഭവമില്ല. ഇതാണ് ബലേഭേഷ് എന്ന രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്നത്. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് സയൻസിലൂടെ പൂർണ്ണമാകുന്നു.